നമസ്കാരം. എമ്പുരാൻ ടീമിന് പിന്തുണയുമായി കേരളം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കമുള്ളവർ തിയേറ്ററിലെത്തി സിനിമ കണ്ടു. NS മാധവനും സാറാ ജോസഫും സിനിമയ്ക്ക് പിന്തുണയുമായി എത്തിയപ്പോൾ സിനിമാ രംഗത്ത് നിന്ന് ആസിഫ് അലി, മാഷിക് കപൂറും ജിയോ ബേബിയും സംസാരിച്ചു. RSS അനുകൂല പ്രസിദ്ധീകരണമായ ഓർഗനൈസർ കടന്നാക്രമണം തുടരുകയാണ്. സിനിമ ക്രിസ്ത്യൻ ബിംബങ്ങളെ എന്നതാണ് പുതിയ ആരോപണം. ഓർഗനൈസറും RSSും കാട്ടിപ്പേടിപ്പിക്കേണ്ട എന്ന് പൃഥ്വിരാജിന്റെ മാതാവ് മല്ലിക സുകുമാരൻ തുറന്നടിച്ചു. എമ്പുരാന്റെ എഡിറ്റ് ചെയ്ത പതിപ്പ് ഇതുവരെ തിയേറ്ററിൽ എത്തിയിട്ടില്ല. വിവാദങ്ങൾക്കിടയിലും മികച്ച പ്രകടനം തുടരുകയാണ് എമ്പുരാൻ. ഈ വിഷയമാണ്, പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നു എന്ന വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ ശ്രീ ആഷിഖ് കപൂറിനെ പ്രതീക്ഷിക്കുന്നു, ശ്രീ ജിയോ ബേബി, ശ്രീ ശങ്കുട്ടി ദാസ്, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ ഷൈജു ആന്റണി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ശങ്കുട്ടി ദാസ്. സിനിമ ഇറങ്ങി ഒരാഴ്ചയോട് അടുക്കുകയാണ്. മലയാള സിനിമ ഇതുവരെ കൈവരിച്ചതിലും ഏറ്റവും ഉയർന്ന നേട്ടത്തിലേക്ക് ഈ സിനിമ പോകുന്നതിന്റെ സൂചനകളാണ് ആദ്യത്തെ 5 ദിവസവും ലഭിക്കുന്നത്. വലിയ കളക്ഷനാണ്. അപ്പോൾ കേരളത്തിൽ ഒരു ബിസിനസ് സക്സസ്ഫുള്ളായി നടത്തണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളോട് ഇടയുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അത് ഫ്ലറിഷ് ചെയ്യും എന്ന ആ പറച്ചിൽ ഒരിക്കൽ കൂടി അന്വർത്ഥമാവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ പ്രധാന നടനും ഈ സിനിമയുടെ സംവിധായകനും ഉൾപ്പെടെ ഇതിൽ ഖേദപ്രകടനം ഇതിനോടകം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഈ സിനിമയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളത് സത്യമാണ്. കാരണം നിലവിൽ തന്നെ വിജയിച്ചു കഴിഞ്ഞിട്ടുള്ള ലൂസിഫർ 1ന്റെ 2ാം ഭാഗം എന്നുള്ള രീതിയിലാണ് ഈ സിനിമ വരുന്നത്. മലയാള സിനിമയ്ക്ക് തുടർച്ചയായിട്ടൊരു ഹിറ്റ് വെറുതെ ഉണ്ടായിരുന്ന കാലത്തിന് ശേഷം മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് വലിയൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന ഭാവനയാണ് ഇത് വന്നത്. സ്വാഭാവികമായും വലിയ ക്യാൻവാസിൽ നടക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ഒരു മലയാള സിനിമ എന്നുള്ള രീതിയിൽ എല്ലാ പ്രേക്ഷകരും വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ആ സിനിമയെ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ എന്താണ്, തിരക്കഥ എന്താണ്, ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നൊക്കെ മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ 50 കോടി രൂപയോളം പ്രീ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. തുടർച്ചയായിട്ട് ഒരാഴ്ചത്തേക്ക് തിയേറ്ററുകൾ മുഴുവൻ ഹൗസ്ഫുൾ ആയിരുന്നു. എന്നാൽ ആ മൊമെൻറ്റം സിനിമയുടെ കണ്ടന്റ് പുറത്തു വന്നതിന് ശേഷം അവർക്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന ഒരു എന്റർടൈനർ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ വിചാരിച്ച ധാരാളം ആളുകളെ നിരാശപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ ചെയ്തത്. ലൂസിഫർ 1നോട് നീതി പുലർത്തുന്നതല്ല, മോഹൻലാൽ എന്നുള്ള നടൻ്റെ ഇതുവരെയുള്ള പൊതുജീവിതത്തോടോ അദ്ദേഹം പുലർത്തിയിട്ടുള്ള നിലപാടുകളോടോ കൂറ് പുലർത്തുന്നതല്ല, മലയാളി പൊതുസമൂഹത്തിൻ്റെ മോഹൻലാൽ സിനിമ എന്ന് പറയുന്ന പ്രതീക്ഷയോട് കൂറ് പുലർത്തുന്നതല്ല. തീർത്തും രാജ്യവിരുദ്ധമായിട്ടുള്ള അജണ്ടകൾ പോലും കുത്തി നിറച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് വമിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കലാപത്തിന്റെ സ്മരണകളെ മടക്കി കൊണ്ടുവന്നുകൊണ്ട് സമൂഹത്തിൽ ഒരു വിഭാഗത്തിനെതിരെയുള്ള വെറുപ്പ് വമിപ്പിക്കുന്നത് എന്ന ആരോപണം എങ്ങനെയാണ് ഈ സിനിമയ്ക്കെതിരെ സ്റ്റാൻഡ് ചെയ്യുക? ഞാൻ മറ്റാളുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിലൊരു ക്ലാരിറ്റി വേണമല്ലോ. ആദ്യം മുതലേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വിഭാഗത്തിനെതിരെ? ഇപ്പൊ ഹിന്ദു വിഭാഗത്തിനെതിരെ ആണെങ്കിൽ എങ്ങനെയാണ് ഹിന്ദു വിഭാഗത്തിനെതിരെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഹിന്ദു വിഭാഗത്തെ എങ്ങനെയാണ് ഇത് അനോയ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായില്ല. അങ്ങേക്ക് അത് മനസ്സിലാവണമെങ്കിൽ അങ്ങേക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാനുള്ള ഒരു കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം. ഏകപക്ഷീയമായിട്ടൊരു പക്ഷത്തിൻ്റെ വക്താവായതുകൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഞാൻ പറയാം, നോക്കൂ, എന്താണ് ഈ സിനിമയുടെ കഥ? അടിസ്ഥാനപരമായിട്ട് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് സായിദ് മസൂദിൻ്റെ പ്രതികാരമാണ്. റിവെഞ്ച് ഓഫ് എ ഗുജറാത്തി മുസ്ലിം യൂത്ത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ബേസിക് തീം. ആ കഥ നിങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഗോത്രാനന്തര കലാപത്തിൽ, ഗുജറാത്ത് കലാപത്തിൽ വെച്ച് ആക്രമിക്കപ്പെട്ട് ഉറ്റവരെയും ഉടയവരെയും മുഴുവൻ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഗുജറാത്തിലെ ഒരു മുസ്ലിം യുവാവ് പിന്നീട് ലഷ്കർ തോയ്ബയുടെ ക്യാമ്പിലേക്ക് പോവുകയും ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി തീവ്രവാദിയാവുകയും അവിടെ നിന്ന് ഈ പറയുന്ന അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരികയും അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻസിന്റെ ചുമതല ഏൽപ്പിക്കുകയും ശേഷം അന്ന് ഗുജറാത്ത് കലാപം നടത്തിയിട്ടുള്ള സംവിധാനം ഇന്ന് രാജ്യം മുഴുവൻ ഭരിക്കുന്ന വലിയൊരു ശക്തിമത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഘടനയായി മാറിയിരിക്കുകയാണ്. അവർ കേരളത്തിലേക്കും അധികാരം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആ ഗുജറാത്ത് കലാപത്തിൽ തന്റെ ഉറ്റവരോടും ഉടയവരോടും കൊലപാതകം നടത്തിയിട്ടുള്ള ഹിന്ദുത്വ സംഘടനയുടെ ഭീകര പ്രതികാരം ചെയ്യാനുള്ള അവസരം ശംഖുവിനോട് കൂടി ചോദിച്ചതിന് ശേഷം ഞാൻ മറ്റുള്ളവരിലേക്ക് പോയി. ഇതിലെവിടെയാണ് ഗുജറാത്താണ് എന്ന് പറയുന്നില്ല. ഗുജറാത്തി ഭാഷയോ അതല്ലെങ്കിൽ ഗുജറാത്താണ് എന്ന് മനസ്സിലാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൈനുകളോ സിംബലുകളോ കാണിക്കുന്നില്ല. ഇനി നിങ്ങളുടെ പാർട്ടിയോ അതല്ലെങ്കിൽ RSSോ അതിൻ്റെ ഏതെങ്കിലും അവാന്തര സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ടു എന്നത് സൂചിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഇല്ല. ഇന്ത്യയിൽ സംവേർ ഇൻ ഇന്ത്യയിൽ 2002 നടന്ന ഒരു കലാപം എന്ന മാത്രമേ മെൻഷനുള്ളൂ. അപ്പോൾ ഉടനെ ഇത് ഞങ്ങളെക്കുറിച്ചാണെന്ന് കരുതുന്നു. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന സീനുണ്ട്. അതുകൊണ്ട് ഇതാണ്
എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല, അതിലൊരു പ്രശ്നമുണ്ട് ശംഖു. നോക്കൂ, ഇപ്പോൾ ഒരു കലാപം നടക്കുന്നു, അതിൽ മുസ്ലിം വിഭാഗം ആക്രമിക്കപ്പെടുന്നു. അവർ പലായനം ചെയ്ത് എത്തുന്നത് ഒരു ഹിന്ദു മൗസിയുടെ വീട്ടിലേക്കാണ്. അവർ അവിടുത്തെ ഒരു ലാൻഡ് ലോഡാണെന്ന് മനസ്സിലാക്കാം. അവരെ സ്വീകരിക്കുന്നു, ഈ കലാപകാരികളിൽ നിന്ന് രക്ഷിക്കുന്നു. അവർ മരിച്ചു വീഴുന്നു, അവരുടെ അംഗരക്ഷകർ മരിച്ചു വീഴുന്നു. അങ്ങനെ ഹിന്ദുക്കളായ ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് കലാപകാരികൾക്ക് എത്താൻ പോലും സാധിക്കുന്നത്. അപ്പൊ എനിക്കിതിപ്പോ ഞാനൊരു ഹിന്ദു ആണല്ലോ, അപ്പൊ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തോന്നിയത് സ്വന്തം ജീവൻ കൊടുത്തും മറ്റൊരു മതവിശ്വാസക്കാരായ ആളുകളെ കലാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾ ആണ് ഹിന്ദു എന്ന നിലയിലാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത്. വേറൊരാൾക്ക്, ഇപ്പോൾ താങ്കളുടെ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ കലാപകാരികളുമായിട്ടാണ് ഒരു ഐഡന്റിഫിക്കേഷൻ തോന്നുന്നതെങ്കിൽ നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കൂ, അങ്ങനെ നിഷ്കളങ്കത ചമയരുത്. ഇത് എന്താണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്താണ് പൊതുസമൂഹത്തോട് സംവദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വളരെ വ്യക്തമാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള ഈ പുരോഗമന മതേതര ഹിന്ദുത്വ വിരുദ്ധ പക്ഷക്കാരുടെ ആഘോഷങ്ങളൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗത്തിനെതിരായിട്ട് കൃത്യമായിട്ടുള്ള വെറുപ്പ് വമിപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പോലും ആ വിഭാഗത്തോട് മാപ്പ് പറയേണ്ടി വന്നതും സിനിമയിൽ വോളണ്ടറി ആയിട്ട് കട്ടുകൾ നിർദ്ദേശിച്ചത്. ഇവിടെ ഏതെങ്കിലും BJP സംഘപരിവാർ തിയേറ്ററുകൾക്ക് തീയിടുകയോ ഏതെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തുകയോ ഈ നടന്മാർക്കെതിരെ കരിവേൽ പ്രക്ഷോഭം നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യം പോലും BJP സംഘപരിവാറോ മുന്നോട്ട് വെച്ചിട്ടില്ല. ഈ സിനിമയുടെ കണ്ടന്റിനെ ആശയപരമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിമർശനം ശരിയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ വോളണ്ടറി കട്ട്സ് ആയിട്ട് 17 കട്ടുകൾ സിനിമയ്ക്ക് വരുത്തണമെന്ന് ഒരു ആവശ്യപ്പെട്ടിട്ട് വന്നത്. അതല്ലാണ്ട് BJP നിർദ്ദേശിച്ച താങ്കൾ കണ്ടന്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കണ്ടന്റ് പറഞ്ഞത്. എന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കൂ അല്ലെ? എന്നെ മുഴുവൻ പറയാൻ സമ്മതിക്കൂ. 2002 ഇന്ത്യയിൽ ഒരിടത്ത് മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ഹിന്ദു ഗ്രാമം മുഴുവൻ കലാപം നടത്തുന്നതിൻ്റെ ഗ്രാഫിക് ആയിട്ടുള്ള വളരെ വയലൻ്റ് ആയിട്ടുള്ള ഡെപ്പിക്ഷൻസോട് കൂടിയിട്ടാണ് ആ സിനിമ ആരംഭിക്കുന്നത്. 2002 ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടൊരു കലാപം നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആലോചിക്കേണ്ടത് ഗുജറാത്ത് കലാപത്തെയാണ് അവിടെ റെഫർ ചെയ്യുന്നതെങ്കിൽ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് പോസ്റ്റ് ഗോദ്ര റൈറ്റ്സ് ആണ്. ഗോദ്രയിൽ നിന്ന് അയോധ്യയിൽ നിന്ന് കർസേവ കഴിഞ്ഞ് വന്നിരുന്ന 1000-ഓളം തീർത്ഥാടകരുണ്ടായിരുന്ന ഒരു തീവണ്ടിക്ക് തീ വെച്ച് 59 തീർത്ഥാടകരെ വന്നിട്ടുള്ളൊരു സംഭവം. 22 സ്ത്രീകളും 27 പുരുഷന്മാരും 10 കുട്ടികളും അടക്കം 59 പേരെ ചുട്ടുകൊന്ന് 48 പേര് ആജീവനാന്തം തീപ്പൊള്ളിലേറ്റ് പരിക്കേറ്റ് പോയിട്ടുള്ള സംഭവത്തിനെതിരായി ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപം. ആ കലാപത്തിന് ചരിത്രം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സിനിമ പോലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആരംഭിക്കുകയും കട്ട് എന്ന് പറയുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നതല്ല ചരിത്രം. അതിന് മുൻപും പിൻപും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺവീനിയൻ്റ് ആയിട്ടൊരു പോർഷനെ മാത്രം എടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ വിക്ടിംസ് ആയിട്ടും ഒരു വിഭാഗത്തെ ആക്രമകാരികളായിട്ടും ചിത്രീകരിക്കുകയും അതിലൊരു വിഭാഗത്തിന് പ്രതികാരത്തിലുള്ള അർഹതയുണ്ടെന്ന് ധ്വനിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ സായിദ് മസൂദിന്റെ കഥാപാത്രം പ്രതികാരം ചെയ്യുന്നുണ്ട്. ഈ കലാപത്തിന് മുന്നോടിയായിട്ടുള്ള ഗോത്ര കലാപത്തിന്റെ വിക്ടിംസിനും സമാനമായിട്ട് പ്രതികാരത്തിലുള്ള അർഹതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് കലാപം ന്യായമാണോ? യഥാർത്ഥത്തിൽ ഈ കലാപത്തിലെ ഇരകളുടെ പ്രതികാരത്തെ റൊമാന്റിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ തുടർ കലാപങ്ങളെ വിളിച്ചുവരുത്തുകയാണ് ചെയ്യുന്നത്. കത്തിക്കുന്നത് ഈ ഒരു സന്യാസി ഇങ്ങനെ കൈകൂപ്പി അയാളുടെ ദീനത പ്രകടിപ്പിക്കുന്നത്, അങ്ങനെ നിരവധി നമുക്ക് ഒരുപക്ഷെ നേരത്തെ സിനിമ തിയേറ്ററിൽ കയറി ടൈറ്റിൽ മുതലേ കണ്ടാൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ഇതല്ലാത്തതുകൊണ്ട്, കലാപം അല്ലാത്തതുകൊണ്ടായിരിക്കും സ്വാഭാവികമായി അത് ഉൾക്കൊള്ളിക്കാത്തത്. അതൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയേണ്ടതാണ്. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വിശദമായി നമുക്ക് ആ വിഷയം അടുത്ത റൗണ്ടിൽ ചർച്ച ചെയ്യാം ശ്രീ ശംഖു. അതിനു മുമ്പ് ശ്രീ ജിയോ ബേബി, ഇക്കാര്യത്തിൽ സിനിമാ ലോകത്ത് നിന്നൊരു വലിയ സൈലൻസ് ഉണ്ടോ? ചരിത്രത്തിലില്ലാത്ത വണ്ണമുള്ള കടന്നാക്രമണം പൃഥ്വിരാജ് സുകുമാരൻ എന്ന ക്രിയേറ്റർ നേരിട്ടപ്പോൾ മഹാമൗനത്തിൽ ആണ്ടുപോയോ മലയാള സിനിമ? മലയാള സിനിമ മാത്രമല്ല, നമ്മള് എന്താ പറയാ, മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു എന്നുള്ളതിന്റെ തന്നെ ഒരു ആൻസറിന്റെ മറ്റൊരു വശമാണ് എത്രത്തോളം പ്രതികരണങ്ങൾ പല സ്ഥലത്തു നിന്നുണ്ടായെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു തൊഴിൽ മേഖല എന്നുള്ള രീതിയിലും നമ്മൾ സിനിമകൾ ഇനിയും ചെയ്യാൻ ആലോചിക്കുന്നത് കൊണ്ടും കുറച്ചെങ്കിലും ശബ്ദങ്ങൾ ഉണ്ടാവണം ആ ഒരു തൊഴിലിടത്തിൽ നിന്നെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളൊക്കെ എന്താ പറയാ ഈ സിനിമയ്ക്കൊപ്പം അല്ലെങ്കിൽ ഇതിന്റെ സൃഷ്ടി ചെയ്തവർക്കൊപ്പം ഒക്കെ നിൽക്കാൻ ശ്രമിക്കുന്നത്. ശബ്ദങ്ങൾ കുറവായിരിക്കാം, പക്ഷേ ഈ ഉള്ള ശബ്ദങ്ങൾ വളരെ റെലവന്റ് ആണെന്നും മനസ്സിലാക്കുന്നു. കാരണം കേരളം പോലെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തുടങ്ങിയ ആൾക്കാരൊക്കെ ഈ സിനിമ കാണുകയും സിനിമയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത് പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇപ്പൊ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സത്യസന്ധമായ ഇപ്പോഴും ഈ ഇവരുടെ വാദങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ആരാണ് ഇത് തുടക്കം കുറിച്ചെന്നൊക്കെ, അതിനൊക്കെ എന്താ പറയാ കോടതിയെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു സംഘം, ഒരു എന്താ പറയാ ഭരണ
ഭരണവർഗം അവർ ചെയ്യുന്ന അനീതിയാണെന്നുള്ളത് ആണ് പൃഥ്വിരാജ് ഈ സിനിമയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് വന്നാൽ സത്യം അറിയുന്നത് വളരെ പ്രശ്നമാണ് എന്ന് വിറളി കൊണ്ട് നടക്കുന്ന ഈ ഒരു സംഘം, അവരെ നമ്മൾ എത്രത്തോളം പേടിക്കണം ഈ ഒരു കാര്യത്തിൽ. അവിടെ കാണേണ്ട ഒരു കാര്യം, ജിയോ ബേബി, കേരളത്തിന്റെ മുഖ്യമന്ത്രി സിനിമ ഇറങ്ങി 3-ാമത്തെ ദിവസം തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി, സാംസ്കാരിക മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, അങ്ങനെ രാഷ്ട്രീയ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് പേർ ഈ സിനിമ നേരിട്ട് കണ്ട് അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ആദ്യത്തെ ആഴ്ചയാണ് നോക്കണം. ഇവരൊന്നും റെഗുലറായി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളെ അല്ല. സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്തു. സാധാരണ നിലയ്ക്ക് സിനിമ കാണാത്ത ആളുകൾ തന്നെ പുലർച്ചെ പോലും ടിക്കറ്റ് എടുത്ത് സിനിമയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ വലിയൊരു ഐക്യദാർഢ്യം കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിനനുരൂപമായ ഒരു ഐക്യദാർഢ്യം സിനിമാ മേഖലയിൽ ഉണ്ടായോ എന്നുള്ളതാണ് എന്റെ സംശയം. അതെ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭയം എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഭയപ്പെടുത്തുക, എന്താ പറയാ, ഈ ഒരു ഭരണവർഗത്തിന് ഇഷ്ടമുള്ള കണ്ടന്റുകൾ മാത്രം ഇവിടെ ഉണ്ടായാൽ മതി തുടങ്ങിയ തരം, എന്താ പറയാ, അത്തരം ഇതിന്റെ ഭാഗമായിട്ടായിരിക്കും പല മൗനങ്ങളും ഉണ്ടാകുന്ന പോലും. ശബ്ദിക്കാൻ മനുഷ്യർക്ക് പേടിയാണ്. ശബ്ദിച്ച മനുഷ്യർക്കൊക്കെ എന്താ സംഭവിച്ചതെന്നൊക്കെ നമുക്ക് സമീപകാലത്ത് ഒരുപാട് തെളിവുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്ത് മനുഷ്യർ മിണ്ടാതിരിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ഇപ്പൊ തന്നെ നോക്കൂ, ഇത്തരം ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ. ഇനി ഒരു നിർമ്മാതാവ്, ഒരു റൈറ്റർ, ഒരു ഫിലിം മേക്കർ, അല്ലെങ്കിൽ ആർട്ടിന്റെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ അവരെ എക്സ്പ്രസ് ചെയ്യും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്, ഫണ്ട്, ഈ ഫണ്ട് ചെയ്യുന്ന മനുഷ്യർ മുഴുവൻ ഈ പറയുന്ന ഈ ഐഡിയോളജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ അത്തരം സംഗതികൾ ഉണ്ടായിരുന്നു, സിനിമയിൽ ഇത്തരം സംഗതികൾ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഭയം എല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്, എല്ലാ മനുഷ്യരെയും ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, ഈ മാപ്പ് പറച്ചിലുണ്ടാവുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു സത്യം നമുക്ക് മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ കേരളം ഒന്നടങ്കം അല്ലെങ്കിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾക്ക് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ ഒന്നടങ്കം പോസ്റ്റുകൾ ഇട്ടിട്ട് ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമാകുന്നു. എന്തുകൊണ്ട്? ഇത് കണ്ടിട്ട് പേടിച്ച മനുഷ്യർക്ക് എന്താണ്, ഞങ്ങളെക്കുറിച്ചുള്ള സത്യം പുറത്തേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോഴുള്ള ഭയമാണ് അവരുടെ. അപ്പം ഇവരുടെ തിരിച്ചുള്ള ആയുധം തന്നെ ഭയപ്പെടുത്തുക, ഭരിക്കുക, ഈ ക്ഷമ പറയിപ്പിക്കുക, ഇതൊക്കെ തന്നെയാണ്. ഒരു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ട് എന്ന് താങ്കൾ പറയുന്നു. ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഇത്രയധികം പിന്തുണ ഉണ്ടാവുന്ന സ്ഥിതിക്ക്, നമ്മുടെ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിന്ന് ഇത്രയും പിന്തുണ ഉണ്ടാവുന്ന സ്ഥിതിക്ക്, ഇപ്പൊ അല്പസമയം മുമ്പാണ് ഫെഫ്കയുടെ ഒരു പ്രസ്താവന വന്നത്. അതിനു മുമ്പ് ലിസ്റ്റിൻ സ്റ്റീഫൻ, അതുപോലെ അതിനു മുമ്പ് ആസിഫ് അലി ഒക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ആഷിഖ് അബു സംസാരിച്ചു. ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഇന്ന് മുതലാണ് ഒറ്റപ്പെട്ട ശബ്ദങ്ങളെങ്കിലും സിനിമാ ലോകത്ത് നിന്ന് ഉണ്ടായത്. അപ്പോൾ തുറന്ന് ഇങ്ങനെ ഭയത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ളത് പരമമാണ്. അതിൽ വിയോജിപ്പുകൾ ഉള്ള ആളുകളുണ്ടാവാം, അവർക്ക് വിയോജിക്കാം. എന്റെ ആവിഷ്കാരം, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന തുറന്ന പ്രഖ്യാപനങ്ങൾ സിനിമാ ലോകത്തു നിന്ന് ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ പറയുന്നത് ശബ്ദങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന്റെ കാരണങ്ങൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്, ഈ ഭയമൊക്കെ തന്നെയാണ്. അതിനെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്. അത് കല കൊണ്ടും ചെയ്യേണ്ടതുണ്ട്, മനുഷ്യരാൽ മുമ്പോട്ട് വന്നും ചെയ്യേണ്ടതുണ്ട്, സംഘടനാ പ്രവർത്തനം വഴി ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഇന്നത്തെ ഇന്ത്യയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല. വളരെ ദുഃഖകരമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന രീതികളൊക്കെ മാറ്റി വെച്ചിട്ടിരിക്കും. പക്ഷെ നമുക്കിപ്പം മിണ്ടണം, നമുക്കിപ്പോൾ ശബ്ദിക്കണം തോന്നുന്ന ഒരു സമയം കൂടെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ശബ്ദം കൂടെ ഇവരോടൊപ്പം ചേരണം. ഈ ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ ആ പ്രവർത്തകർ നേരിട്ട വിഷമത്തിൽ നമ്മളും കൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന് തോന്നുന്നു. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സന്ദീപ് വാര്യർ, ഈ സിനിമ എന്തായാലും അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിറവേറ്റിയിട്ടുണ്ട്. കളക്ഷന്റെ കാര്യത്തിലും ആ സിനിമയെ സംബന്ധിച്ച് ആശങ്കകളില്ല. പക്ഷേ എങ്കിൽ പോലും ഈ സിനിമയുടെ ക്രിയേറ്റർമാർക്ക് മാപ്പ് പറയേണ്ടി വന്നു, 17 കട്ടുകൾക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളതിനെ ഏത് നിലയിൽ കാണണം? കേരളത്തിൽ CPM-നെ വിമർശിക്കുന്ന, കോൺഗ്രസിനെ വിമർശിക്കുന്ന, ഇതര രാഷ്ട്രീയ കക്ഷികളെ വിമർശിക്കുന്ന, അതിന്റെ തലപ്പൊക്കമുള്ള നേതാക്കളെ നിശിതമായി പരിഹസിക്കുന്ന നിരവധി സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമകൾക്കൊന്നും ഈ ഒരു ഗതി ഉണ്ടായിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിയ, മലയാളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ ചിത്രത്തിന് ഇങ്ങനെ ഈ കട്ടുകൾക്ക് വഴങ്ങേണ്ടി വന്നു എന്നുള്ളത് എന്ത് സൂചനയായി നമ്മൾ എടുക്കണം? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് ഇക്കാര്യത്തിൽ വലതുപക്ഷ സംഘടനകളുടെ, തീവ്ര സംഘടനകളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ BJP-യുടെ നിലപാട് എന്ന് പറയാൻ പറ്റില്ല. BJP ഇക്കാര്യത്തിൽ പല നിലപാടുകളാണുള്ളത്. ചില ആളുകൾ സിനിമയായി കാണണമെന്ന് പറഞ്ഞു, ചില ആളുകൾ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു, ചില ആളുകൾ, പലരും പലതരത്തിലാണ് ഈ സിനിമയെ സമീപിച്ചത്.
RSS ശക്തമായിട്ട് പൃഥ്വിരാജിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഓർഗനൈസർ പോലെ ഒരു പ്രസിദ്ധീകരണത്തിൽ തുടർച്ചയായിട്ട് ഈ സിനിമയ്ക്കെതിരെയും പൃഥ്വിരാജിനെതിരെയും ലേഖനങ്ങളുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ആ ക്യാമ്പിൽ, വലതുപക്ഷ ക്യാമ്പിനകത്ത് നിന്ന് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിലുള്ള ചില ആളുകളൊക്കെ ഈ സിനിമയെ എതിർക്കാൻ വേണ്ടി പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് സിനിമ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഈ സിനിമയിൽ അവർ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഉദാഹരണത്തിന് ഇതിൽ ഇവർ പറയുന്നത് എന്തുകൊണ്ട്, ഒന്ന്, ഈ സിനിമയിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിനെ എവിടെയും പറഞ്ഞിട്ടില്ല, അതൊന്നാമത്തെ കാര്യം. രണ്ട്, ഈ സിനിമയിൽ എന്തുകൊണ്ട് ഗുജറാത്ത് കലാപം കാണിച്ചപ്പോൾ ഗോദ്ര കാണിച്ചില്ല എന്നുള്ളതാണ് അവരുടെ പ്രാഥമികമായിട്ട് ചോദ്യം. നോക്കൂ, ഈ സിനിമയിൽ രണ്ടാമത്തെ മാത്രം ഹീറോ ആയിട്ടുള്ള പൃഥ്വിരാജിൻ്റെ കഥാപാത്രം സയ്യിദ് മസൂദ് എന്ന് പറയുന്ന 13 വയസ്സുള്ള ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബം നഷ്ടപ്പെടാനിടയായ ഒരു സാഹചര്യം, അതാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അല്ല, ഗുജറാത്ത് കലാപമൊന്നുമല്ല. ഈ സയ്യിദ് മസൂദിൻ്റെ കാഴ്ചപ്പാടിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിട്ടുള്ള ഒരു അതിക്രമമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന 13 വയസ്സുള്ള കുട്ടി ആ കലാപത്തിന് കാരണമായിട്ടുള്ള ഗോദ്രയോ അല്ലെങ്കിൽ അതിന് മുമ്പുണ്ടായിട്ടുള്ള സംഭവങ്ങളോ കണ്ടിട്ടില്ല, അതിനുശേഷം ഉണ്ടായ സംഭവം കണ്ടിട്ടില്ല. അദ്ദേഹം ആകെ കണ്ടിട്ടുള്ളത് 13 വയസ്സുള്ള ഒരു കുട്ടി കണ്ടത് തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ കുടുംബം കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കപ്പെടുന്നു. അതാണ് ആ കുട്ടി ആകെ കണ്ടിട്ടുള്ളത്. ആ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ ആ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ബജറംഗി എന്ന് പറയുന്ന വില്ലനാണ് ആ കുട്ടിയുടെ 13 വയസ്സുള്ള കുട്ടിയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത്. ഇതാണ് സിനിമയുടെ പ്രമേയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമ വികസിച്ചു വരുന്ന സമയത്ത്, സയ്യിദ് മസൂദിന്റെ കഥാപാത്രം വികസിച്ചു വരുന്ന സമയത്ത്, ഇതൊരു ഡോക്യുമെന്ററി അല്ല, ഇതൊരു ഹിസ്റ്റോറിക്കൽ സിനിമയല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇതൊരു പക്കാ കൊമേഴ്സ്യൽ സിനിമയാണ്. ഒരു തരത്തിലുള്ള ലോജിക്കും ഈ സിനിമയിലില്ല. അതുകൊണ്ട് തന്നെ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ലോജിക് അപ്ലൈ ചെയ്യുമെങ്കിൽ മഞ്ജു വാര്യരുടെ കഥാപാത്രം വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ അധ്യക്ഷൻ ഉണ്ടാവണ്ടേ, സ്വാഗതം പറയുന്നയാൾ ഉണ്ടാവണ്ടേ? നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ശൈലിയിൽ ഒരാൾ മാത്രം വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്ന യോഗങ്ങൾ കേരളത്തിൽ പതിവുണ്ടോ? അപ്പം ലോജിക്കിനൊന്നും ഒരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുത്തിട്ടില്ല. ഒരു കൊമേഴ്സ്യൽ മൂവിയാണ്. കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ അതിൻ്റെ മുൻ സിനിമ ലൂസിഫർ, അതിൻ്റെ 1ാം സിനിമയിൽ നിന്ന് 2ാം സിനിമ ഉണ്ടായപ്പോൾ കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. സ്വാഭാവികമാണ്. അപ്പോൾ കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എന്താണ്? കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട്, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് BJP നടത്തുന്ന ശ്രമങ്ങൾ, തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ അന്തരീക്ഷം സിനിമയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും കണക്ട് ചെയ്ത് വരുന്ന സമയത്ത് അവർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കലാപത്തിന്റെ ഭാഗം പരിശോധിച്ചിട്ടുണ്ടാവാം. പക്ഷെ അവിടെയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി കാണണം. ഇപ്പോൾ ഗുജറാത്തിലെ കലാപത്തെ ഗോദ്ര വെച്ച് ജസ്റ്റിഫൈ ചെയ്യണമായിരുന്നു എന്നാണല്ലോ BJPയുടെ നെറേറ്റീവ്, ആഗ്രഹം എന്ന് പറയുന്നത്. അതിന് സൗകര്യമില്ലെന്നേ, അതിന് സൗകര്യമില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ, BJPയുടെ ഇഷ്ടമാണല്ലോ ഗുജറാത്തിലെ കലാപത്തെ ഗോദ്ര വെച്ച് ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ളത്. ഇന്ത്യയിലെ മറ്റൊരു വിഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന BJP എതിർക്കുന്ന ആളുകൾക്ക് അതിന് സൗകര്യമില്ല. അതൊരു ജസ്റ്റിഫിക്കേഷനെ അല്ല എന്ന് തോന്നിയിട്ടുണ്ടാകും. ഗോദ്രയിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഗുജറാത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു ന്യായീകരണമല്ല എന്ന് തിരക്കഥാകൃത്തിന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കുട്ടിയുടെ ക്യാരക്ടറിന് തൻ്റെ മുന്നിലുള്ള കുടുംബത്തിന് അനുഭവിക്കേണ്ടി വന്ന വേദന മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യം, മറ്റൊന്നും അദ്ദേഹത്തിന്റെ പരിഗണനാ വിഷയമേ അല്ല. നിങ്ങൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പ് പോകുന്ന സമയത്തും ഈ കുട്ടിക്ക് ആ തീവ്രവാദി പറയുന്ന ആശയങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല. തീവ്രവാദി പറയുന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്ന പോലും ഇല്ല. അതൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല, ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ ഇന്ത്യൻ എന്നാണ് വിളിക്കുന്നത്, ഒരു ഇന്ത്യക്കാരൻ എന്നാണ് പരിചയപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രത്തെ ഒരു ദേശസ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇവരുടെ പ്രശ്നം ഹിന്ദു വിഭാഗത്തെ ബാഡ് ലൈറ്റിൽ കാണിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ ബാഡ് ലൈറ്റിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇവരുടെ പ്രശ്നം ഗുജറാത്ത് അല്ല. ഇവരുടെ പ്രശ്നം വാസ്തവത്തിൽ കേരളത്തിൽ അവരുടെ രാഷ്ട്രീയവും ഹെലികോപ്റ്റർ രാഷ്ട്രീയവും 35 സീറ്റിൽ ജയിക്കുമെന്ന വിടുവായത്വവും ഇതൊക്കെ ഈ സിനിമയിൽ വളരെ ഒരു നർമ്മത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പലർക്കും പൊള്ളിയിരിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമയെ ആക്ഷേപിക്കുക എന്നതിന് വേണ്ടി ഇത് ആരാണ് തുടങ്ങി വെച്ചതെന്ന് നമുക്കറിയാം. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സിനിമയെ പിന്തുണച്ചു. എന്നാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എതിരായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ സൈബർ അണികൾ അതിനെതിരായിട്ടുള്ള ഒരു യുദ്ധം, അത് തന്റെ നേതാവിനെ പറഞ്ഞത് കൊണ്ട് എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഗുജറാത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് സിനിമയ്ക്കെതിരെ പറഞ്ഞു. അതാണ് ഒന്നാമത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ സുരേന്ദ്രനെതിരായിട്ടുള്ള സുരേന്ദ്രനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രം സുരാജ് വെഞ്ഞാറമൂടിന്റെ വന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ കേരളത്തിലെ BJPക്കാരെ ഇതിനെതിരായിട്ട് തിരിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന്
അങ്ങ് ചോദിച്ച ചോദ്യം നോക്കൂ, മോഹൻലാലിനെ പോലെ കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാനടന്റെ സിനിമയ്ക്ക് ഈ ദുര്യോഗം കേരളത്തിൽ വന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചോളം ഏറ്റവും അപമാനകരമായിട്ടുള്ള കാര്യമാണ്. മോഹൻലാലിന്റെ സിനിമ വീണ്ടും റീ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് ഗതികേടിലേക്ക് കേരളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള നടന്മാരുടെ, മറ്റുള്ള സംവിധായകരുടെ, എഴുത്തുകാരുടെയൊക്കെ സിനിമയ്ക്ക് നാളെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലെ ഭീഷണി ഉപയോഗിക്കാമല്ലോ. ഇവിടെ 2006 ഗുജറാത്തിൽ ഫന എന്ന് പറയുന്ന അമീർ ഖാന്റെ ചിത്രത്തിന് നേരെ സംഘപരിവാറിന്റെ ഭീഷണി ഉണ്ടായി. നർമ്മദ ബച്ചാവോ ആന്തോളന് പിന്തുണ നൽകിയതിന്റെ പേരിൽ അമീർ ഖാൻ മാപ്പ് പറയണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. പക്ഷെ അമീർ ഖാൻ മാപ്പ് പറയാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഗുജറാത്ത് സർക്കാരും BJPയും സംഘപരിവാറും ചേർന്ന് ഫനയുടെ ഗുജറാത്തിലെ റിലീസ് തടസ്സപ്പെടുത്തേണ്ടായി. ഗുജറാത്ത് ഒഴിച്ച് ഇന്ത്യയിലെ മറ്റെല്ലാ ഭാഗങ്ങളിലും ഫന റിലീസ് ചെയ്തു, സൂപ്പർ ഹിറ്റായി. അമീർ ഖാൻ മാപ്പ് പറഞ്ഞില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇവിടെ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് വലിയ സമ്മർദ്ദമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വേറെ നിവൃത്തികേട് കൊണ്ട് അവർക്ക് എഡിറ്റിലേക്ക് പോകേണ്ടി വന്നു, മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ട്. ഇത് ഒരിക്കലും BJPയുടെ രാഷ്ട്രീയമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ എതിർത്തുകൊണ്ട് സിനിമയുടെ എഡിറ്റ് ചെയ്തല്ല. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ സിനിമ എഡിറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടത് കൊണ്ടല്ല സിനിമ എഡിറ്റ് ചെയ്യപ്പെടുന്നത്. മറിച്ച് മണി പവർ കൊണ്ടും മസിൽ പവർ കൊണ്ടും കേന്ദ്ര ഭരണത്തിന്റെ തിളപ്പ് കൊണ്ടും മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ അപമാനിച്ച് തെരുവിൽ നിർത്തിയിരിക്കുകയാണ് BJP. ഇതിന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല. ശരി, ശ്രീ ഷൈജു ആന്റണി, ഇന്ന് ഏറ്റവും ഒടുവിലായി RSSനോട് അനുഭവമുള്ള ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ പിന്നെ ദൈവത്തിന് വേറെ വഴിയില്ല, ദൈവം കറുത്ത മാലാഖയെ അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, യേശുക്രിസ്തുവിനെ അവഹേളിക്കുന്നു തുടങ്ങിയവയാണ് വാക്കുകൾ. ഈ സിനിമയുടെ പശ്ചാത്തലം അങ്ങ് ഒരു കണ്ട സിനിമയായിരിക്കും. പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ ആണ്, അതായത് ജതിൻ രാംദാസ് എന്ന കഥാപാത്രം തെറ്റ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ദൈവപുത്രൻ എന്നത് യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്, പിന്നെ ലൂസിഫർ എന്നുള്ളത് പിശാശാണ്, അതുകൊണ്ട് ഇത് സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ആരോപണമാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ഈ സംഘപരിവാറിന്റെ അണികൾ ചെയ്തതുപോലെയുള്ള പ്രതിഷേധം എന്തുകൊണ്ടാണ് ക്രൈസ്തവരായ ആളുകൾ ചെയ്യാത്തത്? നിങ്ങൾക്കൊരു വേക്കപ്പ് കോൾ ആണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഇതിനെതിരെ ഇനി വാളുമായിട്ട് വരുമോ? അഭിലാഷേ, ഇതിനകത്ത് ഇപ്പം നടക്കുന്നത് നേരത്തെ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ തികഞ്ഞ ഒരു രാഷ്ട്രീയമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഫിക്ഷനാണ്, അതൊരു ഡോക്യുമെൻ്ററി അല്ല. ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞതെല്ലാം കാണിക്കാമായിരുന്നു. ഈ സിനിമയിൽ എവിടെയെങ്കിലും യഥാർത്ഥമായ ഒരു ദൈവത്തെ കാണിച്ചിട്ടില്ല. ഈ സിനിമയിൽ എവിടെയെങ്കിലും ഒരു ദൈവപുത്രൻ എന്ന് അതിനകത്ത് പറഞ്ഞപ്പോൾ ഈ ജിതിൻ രാംദാസിനെയാണ് പറഞ്ഞതെന്നും അതിന് മുമ്പുണ്ടായിരുന്ന ആളെയാണ് സൂചിപ്പിച്ചതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനിക്കും ഉണ്ട്. അതിനെ ആരോപിച്ചങ്ങോട്ട് ദൈവപുത്രനെ ആരോപിച്ചങ്ങോട്ട് ക്രിസ്തുവിൻ്റെ നേരേക്ക് ആക്കേണ്ട ഒരാവശ്യം അതിനകത്തില്ല. പിന്നെ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബലത്തിന് വേണ്ടി എന്തിനാണ് ഒരു ഫിക്ഷനെ ഒരു ഡോക്യുമെൻ്ററിയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്നത്? എന്നെ കണ്ട കോഴീനെ കട്ടെന്ന് തോന്നുമോ എന്ന് ചോദിച്ചതുപോലെയാണ്. ഒരാവശ്യവുമില്ലാതെ കൃത്യമായി ഒരാവശ്യവുമില്ലാതെ ഇത് നമ്മുടേതാണ്, ഇത് നമ്മളെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന വ്യാഖ്യാനത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതിനു മുമ്പ് ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള സിനിമകൾ ഉണ്ടായപ്പോൾ ആ കൊലപാതകങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെ തേടി ആ സിനിമ പോയിട്ടില്ല. ആ സിനിമയ്ക്ക് ആവശ്യമായ പശ്ചാത്തലം മാത്രമാണ് എടുത്തത്. ഓരോ സിനിമയ്ക്കും അതിനാവശ്യമായ പശ്ചാത്തലം എന്തെന്ന് എഴുത്തുകാരനാണ് തീരുമാനിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഒരു വടക്കൻ വീരഗാഥ ഇറങ്ങിയിരുന്നതെങ്കിൽ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ചന്തുവിനെ കയറി വിശുദ്ധനാക്കി എന്ന് പറഞ്ഞ് ഇവിടെ എന്തു വലിയ കലാപം ഉണ്ടായേനെ. അത് അന്നിറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഇന്നെങ്ങാനുമാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ചതിയൻ ചന്തു എന്ന് പറഞ്ഞിരുന്നയാളെ ഒരു വിശുദ്ധനായ മനുഷ്യനാക്കി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞ് MT വാസുദേവൻ നായർക്കെതിരെ കൊലവിളി നടത്തിയനയില്ലേ? എന്തുകൊണ്ടാണ് നമ്മളിത് അന്ന് ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആശയപരമായി ഒരു ഒരു സിനിമയുടെ ആശയത്തെ നിങ്ങൾ എതിർക്കുന്നത് പോലെ അല്ല. ഒരു സിനിമയെ അപ്പാടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു പാൻ ഇന്ത്യൻ സിനിമ പോലുമല്ല, ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയാണ്. ഇന്ത്യക്ക് പുറത്ത് ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടു നോക്കണം. ഒരു മലയാള സിനിമയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മേക്കിംഗ് ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന അനേകം പേരെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതൊരു അന്താരാഷ്ട്ര തലത്തിൽ
എന്നിട്ട് എന്താണ് ഈ BJP രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിലെ തീവ്ര വലതുപക്ഷക്കാർ, മുഴുവൻ BJPക്കാരെ ഞാൻ അങ്ങനെ പറയുന്നില്ല, കാരണം പലരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരാരും അങ്ങനെ ആ അഭിപ്രായമുള്ളവരല്ല. അവർക്ക് ആർക്കും ഇവർ ഈ പറയുന്ന അഭിപ്രായങ്ങളോട് യോജിപ്പില്ല. RSSകാരിൽ പോലും പലർക്കും അതിനോട് യോജിപ്പില്ല. എന്നാൽ അവരുടെ ഇടയിലെ കുറെ തീവ്ര വലതുപക്ഷ നേതാക്കളുണ്ട്. അവർക്ക് ചില പ്രത്യേകമായ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി അവർ പ്രചരിപ്പിക്കുന്ന ഈ കാര്യത്തെ അവരുടെ ഇടയിലെ തന്നെ മിതവാദികൾ അതിശക്തമായി എതിർക്കുന്നുമുണ്ട്. ഇത് നമ്മൾ കാണാതിരുന്നു കൂടാ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം പറയണം. ആ രാഷ്ട്രീയം എപ്പോഴും ഒരു മുസ്ലിം വിരുദ്ധതയായിരിക്കണം, അല്ലെങ്കിൽ വർഗീയതയുള്ള ഒരു രാഷ്ട്രീയമായിരിക്കണം. ഇവിടെ അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തീവ്രവാദത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദികളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരുന്ന മുസ്ലിങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഹൈന്ദവ കുടുംബത്തെ അവിടെ കാണിക്കുന്നുണ്ട്. അതിവർ കണ്ടില്ല. അതിനകത്ത് ഒരു നല്ല വൈദികനെ കാണിക്കുന്നുണ്ട്. അതിവർ കണ്ടില്ല. എന്തിനാ ഇവർ കാണാതെ പോകുന്നത്? അതിനകത്ത് ഈ സയ്യിദ് മസൂദ് എന്ന് പറയുന്നയാള് തീവ്രവാദത്തിനകത്ത് ലഷ്കർ-ഇ-തയ്യബയുടെ അകത്ത് നിൽക്കുമ്പോൾ അവർ വിളിക്കുന്ന മുദ്രാവാക്യം വിളിക്കാതെ അയാൾ മാത്രം ചുണ്ടനക്കാതെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. എന്തിനാ ഇവർ കാണാതെ പോകുന്നു? അതിനകത്ത് സിംബോളിക്കായി പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവർക്ക് കാണാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇവർക്ക് ഒരു സിനിമ എന്താണ്, ഒരു നാടകം എന്താണ്, എങ്ങനെയാണ് ഒരു സിനിമയുടെ പശ്ചാത്തലം രൂപപ്പെടുക, ആ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് കാണേണ്ടത്, ഒരു ഫിക്ഷനെ എങ്ങനെ ഫിക്ഷനായി കാണണം, എങ്ങനെയാണ് ഫിക്ഷനെ ഒരു ചരിത്രം പറയുന്ന ഒരു ഡോക്യുമെന്ററിയായി കാണാതിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സാമാന്യ ബോധം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. ശരി, അവർക്കത് മനസ്സിലാകുന്നില്ല. ശരി, സിനിമ കണ്ടിട്ട് എങ്ങനെയാണ് സിനിമയെ കാണുന്നതാണ് താങ്കളുടെ പോയിന്റ്. ഞാൻ ആ പോയിന്റ് എടുക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇടവേളയിലേക്ക് പോകണം. അതിനു മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിവാദം പുരോഗമിക്കുന്ന ഒരു രീതി ഒന്ന് നോക്കൂ. മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു, പൃഥ്വിരാജ ഖേദം ഷെയർ ചെയ്തു. ഈ സിനിമയിൽ എഡിറ്റ് വരുത്താൻ സമ്മതിച്ചിട്ടുണ്ട്. ചില സീനുകൾ എഡിറ്റ് ചെയ്ത് ഔട്ടാക്കുകയുമാണ്. അപ്പോൾ അത്രയും കാര്യം കഴിഞ്ഞപ്പോൾ ഈ വിവാദം കഴിയേണ്ടതാണ്. കഴിയുന്നില്ലല്ലോ. പുതിയ പുതിയ വാദങ്ങളുമായി വരികയാണ്. ഇന്നത്തെ ഓർഗനൈസറിന്റെ വാദം ഇത് ക്രിസ്ത്യാനിറ്റിയെ അവഹേളിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്യം എന്താണ്? പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ പോയിന്റ് ചെയ്ത്, പൃഥ്വിരാജിനെ വലയം ചെയ്ത്, പൃഥ്വിരാജിനെ ആക്രമിക്കുക എന്നൊരു സമീപനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണണമല്ലോ നമ്മൾ. അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഒരാൾ അയാളുടെ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ, ഒരാൾ അയാളുടെ കലാസൃഷ്ടി നടത്തുന്നതിന്റെ പേരിൽ അയാളെ വേട്ടയാടിയാൽ ആ വേട്ടയാടപ്പെട്ട ആളുകളുടെ കൂടെ നിലകൊള്ളുക, വേട്ടയാടപ്പെട്ട ആളെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? ശ്രീ അഭിലാഷ്, മിതത്വമാണ് നമ്മൾ എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ട ആദ്യ വെർച്യു. ഒന്ന്, ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല, മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല. മോഹൻലാൽ ഖേദപ്രകടനം നടത്തുകയാണ് ചെയ്തത്. അപ്പോളജി വേറെ, റിഗ്രറ്റ് വേറെ. എല്ലാവർക്കും മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം. കാരണം മോഹൻലാലിനെ RSS ആക്രമിച്ചു എന്ന് ഇരവാദം പറയാനും, അല്ലെങ്കിൽ മോഹൻലാൽ ഞങ്ങളെ പേടിച്ചു എന്ന് പറയാനും, മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം. അങ്ങനെയല്ല, വളരെ ആലോചിച്ച് ഒരു ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു ഖേദപ്രകടനമാണ്. അതിൽ ആരെയും തെള്ളി പറയാതെ, പൃഥ്വിരാജിനെ തെള്ളി പറഞ്ഞിട്ടില്ല, സിനിമാക്കാരെ തെള്ളി പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എല്ലാരെയും ഒന്നിപ്പിക്കാനായി ഒരു നിലപാട് മുമ്പോട്ട് വെച്ചു. അതിന് പൃഥ്വിരാജ് ഷെയർ ചെയ്തു, ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്തു. എന്നാൽ ശ്രീ മുരളി ഗോപി ഷെയർ ചെയ്തുമില്ല. മുരളി ഗോപി പകരം ഒരു ഈദ് ആശംസയാണ് ഇട്ടത്. ഇതിനൊന്നും ഒരു തെറ്റുമില്ല. ഇതൊക്കെ ഹെൽത്തിയായി നമ്മൾ കാണണം. ഇനി മുരളി ഗോപിയുടെ അച്ഛൻ ഒരു BJP മെമ്പറാണ്. 2004 BJPയിൽ ഭരത് ഗോപി സാർ ജോയിൻ ചെയ്യുന്നുണ്ട്. മല്ലികാ സുകുമാരൻ ഈ കഴിഞ്ഞ ഇലക്ഷന് നരേന്ദ്രമോദിജിക്കും BJPക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാൻ വീഡിയോ ഇട്ട വ്യക്തിയാണ്. നരേന്ദ്രമോദിജിയുടെ കുറെ ആൾക്കാരെ തെരഞ്ഞെടുത്താലേ കേരളത്തിന് മാറ്റം ഉണ്ടാകൂ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മല്ലികാ സുകുമാരൻ. അവരെയാണ് നമ്മുടെ പല ആൾക്കാരും ചീത്ത വിളിക്കുന്നതെന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി 2, നമ്മൾ എന്തിനാണ് ഈ ലിബറൽ കള്ളം പറയുന്നത്? ഈ സിനിമ 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണെന്ന് മനസ്സിലാത്ത ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ? വെറുതെ നമ്മൾ പറയരുത്. കലയ്ക്ക് വേണ്ടി എന്നൊന്നും പറയരുത്. കലയ്ക്ക് വേണ്ടി എന്നൊന്നും പറയുന്നില്ല. ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് ഈ സിനിമ. ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമയല്ല. ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ്. ഇത് ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമയല്ല. അത് തെറ്റാണ്. അല്ലല്ല, രാഹുൽ ഈശ്വർ അങ്ങനെ വെറുതെ തെറ്റ് പറയരുത്. അല്ല, ഞാൻ പറഞ്ഞ പോളിഷ്ഡ് ആയിട്ട് നുണ പറയരുത് രാഹുൽ ഈശ്വർ. ഈ സിനിമ കാണിച്ച്, ഈ സിനിമ മുഴുവൻ ഗുജറാത്ത്, അല്ല, ഈ സിനിമ ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമ അല്ല രാഹുൽ.
സാറിന്റെ സമയത്ത് ഇടപെട്ടില്ല, ആ മര്യാദ അങ്ങനെയാണ് കാണിക്കണം. പറഞ്ഞത്. സാറിന്റെ സമയത്ത് ഇടപെട്ടില്ല, ആ മര്യാദ കാണിക്കണം. സാറിന്റെ നിലപാട് സാറ് പറഞ്ഞാൽ മതി, എന്റെ നിലപാട് എന്താ ഞാൻ പറഞ്ഞോളാം. ഈ സിനിമയുടെ അടിസ്ഥാന പ്രമേയം നേരത്തെ ശംഖു വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് കലാപത്തിൽ മുറിവേറ്റ ഒരു മുസ്ലിം ബാലന്റെ പ്രതികാരമാണ്. അതിന് കള്ളം പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നേരെ തിരിച്ച് ഗോദ്രയുടെയും കൂടെ റെപ്രസെന്റേഷൻ ഉണ്ടാകാം എന്ന് പറയുന്നത് വളരെ മര്യാദയുള്ള നിലപാടാണ്. കാര്യം ഈ എന്താ പറയുന്നത്, ആ ട്രെയിനിന്റെ ബേണിംഗും ഉണ്ടായി, ഗുജറാത്ത് കലാപം ഉണ്ടായി, രണ്ടും വിഷമകരമായ കാര്യമല്ലേ? ഇവിടെയാണ് ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നത്. രണ്ട്, എനിക്ക് സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ വീണ്ടും കാണാൻ പോകുന്നുണ്ട്. പക്ഷേ 2 ജില്ലകൾ ബോംബ് വെച്ച് തകർക്കുമെന്നും അല്ലെങ്കിൽ നമ്മുടെ ഡാമിൽ ബോംബ് വെച്ച് തകർക്കും, 2 ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നത് ഓവറാണ്. ശ്രീ കെ സുരേന്ദ്രൻ ഒരു സിനിമയിലെ വില്ലന്മാർ എന്തൊക്കെ പറയും എന്റെ രാഹുൽ ഈശ്വരെ, ഈ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ, എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പൊ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സിനിമാ കഥാപാത്രമായി കേരളത്തിലെ എണ്ണം പറയുന്ന ഏറ്റവും തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറഞ്ഞ ഡയലോഗുകൾ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ഓർമ്മയുണ്ടാവില്ല, എനിക്ക് ഓർമ്മയുണ്ട്, കേൾക്കുന്നവർക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ക്യാരക്ടർ പറഞ്ഞ ഡയലോഗ് വെച്ചിട്ട് അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറയുന്നത് എന്ത് കാര്യമുള്ളത്? അല്ല, അങ്ങനെയല്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ഹിന്ദുത്വവാദിയല്ല, BJP-കാരനല്ല. പക്ഷേ ഹിന്ദുത്വവാദികളോടും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ഈ ഹിന്ദുത്വവാദിയായ ഒരു നേതാവ് വന്ന് 1 ഡാം പൊട്ടിച്ച് 2 ജില്ലയിൽ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് ഓവറാണ്. ഇത് കേട്ട് BJP RSS ചുമ്മാ ഇരിക്കണോ? അവർ പ്രതികരിക്കൂലേ? എന്തെങ്കിലും ഒരു മയം വേണ്ട. ഇനി ഈ സിനിമയിൽ ഒരു സജഷൻ പറയാം. ശരി, ഒരു ഇടവേള എടുക്കേണ്ട സമയം അതിക്രമിച്ചുകൊണ്ട് ഇടവേളയ്ക്ക് ശേഷം വരെ അതിന്റെ കണ്ടന്റിലേക്ക് ചർച്ചയിലേക്ക് വന്നു. ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വേണ്ടി വീഡിയോയിലൂടെ വോട്ട് അഭ്യർത്ഥിച്ച ആളാണ് മല്ലികാ സുകുമാരൻ. ആ മല്ലികാ സുകുമാരൻ ഇന്ന് RSS ഓർഗനൈസറോ ഒന്നും കാട്ടി പേടിപ്പിക്കേണ്ട മോനെ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. അവരെ കൊണ്ടത് പറയിച്ചതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വന്തം കാലിന് വെടിവെക്കുന്ന പരിപാടിയല്ലേ? നോക്കൂ, കാരണഭൂതൻ തിരുവാതിര ഒരു പരിഹാസ രൂപേണ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കാണാൻ പോവാതിരുന്നോ? പോയി കണ്ടു. അങ്ങനെ ഒരു സിനിമയോട് കാണിക്കേണ്ട സാമാന്യമായ സഹിഷ്ണുത കാണിച്ചാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടോ? കേരളത്തിൽ നിങ്ങളൊരു ഫ്രിഞ്ച് ഗ്രൂപ്പായി ആരെ ആകർഷിക്കാനാണ്? രാഷ്ട്രീയമായി വലിയ മഠേത്തരമല്ലേ ഇത്? ശ്രീമാൻ അഭിലാഷ്, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുത്. ഞങ്ങളിങ്ങനെ അബദ്ധം പ്രവർത്തിക്കുന്നതിൽ അങ്ങേക്ക് വലിയ വിഷമമുണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളെ നേർവഴിക്ക് നയിക്കൂ. അതല്ലാണ്ട് ഞാൻ എന്താണ് അങ്ങോട് പറയുക? കുറേ നേരമല്ല ഇങ്ങനെ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഈ കയ്പുകൾക്ക് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ BJP വിമർശിച്ചതിനാണോ ഇവിടെ ഈ സിനിമയ്ക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത്? നോക്കൂ, ഇവിടെ BJP-യുടെ ഭാഗത്ത് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പരസ്യ പ്രസ്താവനയോ ഈ സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യമോ ആ തിയേറ്ററിലേക്ക് ഒരു മാർച്ചോ ഏതെങ്കിലും നടനെതിരെയുള്ള എന്തെങ്കിലും പ്രതിഷേധ പ്രകടനമോ എന്തെങ്കിലും കാര്യം ഇവിടെ BJP-യുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആരുടെ ഭാഗത്ത്? ഈ സിനിമ കണ്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പക്ഷത്തു നിന്നാണ്. ഇത്രയും കാലം മോഹൻലാലിനെ ലാലേട്ടൻ എന്ന് വിളിച്ച് തോളത്ത് കൊണ്ട് കിടന്നിരുന്ന ആൾക്കാർ, മോഹൻലാൽ നിരന്തരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാം മോഹൻലാലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മോഹൻലാലിനെ ഡിഫെൻഡ് ചെയ്തിരുന്ന ആൾക്കാർ, ഈ മലയാള സിനിമയിലെ തന്നെ ഒരു പ്രബല വിഭാഗം 2013 ശേഷം കരുത്താർജിച്ചിട്ടുള്ള ഒരു വിഭാഗം, അവർ മനഃപൂർവ്വം മോഹൻലാലിന്റെ ഒരു പക്ഷത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മോഹൻലാൽ സവർണാധിപത്യമുള്ള കഥാപാത്രങ്ങളെ മാത്രമേ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുള്ളൂ, മമ്മൂട്ടി എല്ലാ വിഭാഗം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ ദേശീയ ചേർന്ന് ബ്ലോഗ് എഴുതിയപ്പോൾ ബ്ലോഗേറ്റർ എന്ന് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാൽ സൈനിക ബഹുമതി സ്വീകരിച്ച സമയത്ത് പൊണ്ണത്തടിയനെന്നും പോക്കാച്ചി തവളയെന്നും വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിൽ നിരന്തരമായിട്ട് ആക്രമിച്ചപ്പോൾ മോഹൻലാലിന് ഇനി സിനിമാ ജീവിതം അവസാനിച്ചു, മോഹൻലാലിൻ്റെ പ്രതിഭ അവസാനിച്ചു എന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാലിനെ സംഘിവൽക്കരിച്ചപ്പോൾ അങ്ങനെയെല്ലാം നിരന്തരമായിട്ട് മോഹൻലാലിനെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ മോഹൻലാലിൻ്റെ ഒപ്പം ചേർന്ന് നിന്നിട്ടുള്ള മോഹൻലാൽ എന്ന പ്രതിഭയെ അംഗീകരിച്ചിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ റൈറ്റ് ഓഫ് ദ സെന്റർ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർ ദേശീയവാദ കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. അവർ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയോടും തനിമയോടും പാരമ്പര്യത്തോടും ഒക്കെ വിധേയത്വം കൂറുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂടി ആവേണ്ടതായിരുന്നു ഈ സിനിമ. മോഹൻലാൽ ആരാധകരുടെ മുഴുവനാകേണ്ട, എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യമാകേണ്ട, കേരളത്തിലൊരു വലിയ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തത്? നമ്മൾ കുറച്ചുകൂടി വിശാലമായി കണ്ട, ഞാൻ മധുരം പുരട്ടിയൊന്നും ചോദിക്കുന്നില്ല, കുറച്ചുകൂടി വിശാലമായി കണ്ടാൽ അങ്ങനെ ആകാവുന്നതല്ലേ? ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ആ ലഷ്കർ ഇ തോയ്ബയുടെ ട്രെയിനിങ് കമാൻഡറെ വധിച്ച് മോചിപ്പിച്ച് തീവ്രവാദത്തിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിച്ച കഥാപാത്രത്തെ എന്തുകൊണ്ടാണ് റൈറ്റ് വിങ്ങിന് സ്വീകാരണമില്ലാത്തത്? അങ്ങനെ മോചിപ്പിച്ച സയ്യിദ് മസൂദ് പിന്നീട് അവിടെ പശ്ചിമേഷ്യയിൽ എവിടെയോ ഒരു IS ക്യാമ്പിൽ നിന്ന് കുർദുകളെയോ യസീദികളെയോ ക്രിസ്ത്യാനികളെയോ ആരെയോ ഈ പറഞ്ഞ ഭീകരവാദത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ടല്ലോ. അയാളുടെ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ മോചിപ്പിച്ച അബ്രാം ഖുറേഷിയാണ്. അങ്ങനെ എല്ലാ തീവ്രവാദത്തെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യവിരുദ്ധതയും ഇത് ചൂണ്ടിക്കാണിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ആംഗിൾ കാണാത്തതെന്ന്?
നോക്കൂ, നിങ്ങൾ വളരെ ലൗഡായിട്ടൊരു മുദ്രാവാക്യം മുഴക്കുകയും അതിന് താഴെ കൂടെ വളരെ സൈലന്റ് ആയിട്ടുള്ള എന്തെങ്കിലും വിസ്പറിംഗ് നടത്തുകയും ചെയ്തതിന് ശേഷം ഇതിന് രണ്ടിനെയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നിങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന പ്രൊപ്പഗൻഡ എന്താണ്? നിങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന പ്രൊപ്പഗൻഡ അത് BJP വിരുദ്ധമോ RSS വിരുദ്ധമോ അല്ല, അത് അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഈ സിനിമയിലെ വില്ലന്മാർ ആരൊക്കെയാണ്? ഈ സിനിമയിലെ വില്ലന്മാർ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ വില്ലന്മാരാണ്. ED ആയിക്കോട്ടെ, NIA ആയിക്കോട്ടെ, CBI ആയിക്കോട്ടെ, കോടതികളായിക്കോട്ടെ, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, രാജ്യത്തെ ഭരിക്കുന്ന സംവിധാനമായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, എല്ലാവരും മോശമാണ്. തീർത്തും അരാഷ്ട്രീയമായിട്ടുള്ള അനാർക്കിക് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. എന്നാൽ ഈ സിനിമയിലെ നായകൻ ആരാണ്? നിങ്ങൾ പറയുന്നു സയ്യിദ് മസൂദ് ആണ് വില്ലൻ നായകൻ. അദ്ദേഹം ഇങ്ങനത്തെ സെക്യുലർ ക്രെഡൻഷ്യൽ ഉള്ള ആളാണ്. അദ്ദേഹം ഭീകരവാദ ക്യാമ്പിൽ വെച്ച് മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നില്ല, അദ്ദേഹം യസീദികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ. ആ ക്യാരക്ടറിന്റെ ഡെപ്പിക്ഷൻ എന്തായിട്ടാണ് കഴിഞ്ഞ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഒരു വലിയ തീവ്രവാദ നെറ്റ്വർക്കിന് നേതൃത്വം കൊടുക്കുന്ന അബ്രാം ഖുറേഷിയുടെ ഒരു കമാൻഡർ ആണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. ഈ സയ്യിദ് മസൂദ് ഉള്ള പേര് തന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ലഷ്കർ ഇ തോയ്ബയുടെ ഹാഫിസ് സയ്യിദും അതേപോലെ മസൂദ് അസറും ഇത് പേര് ചേർത്താണെന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രൊപ്പഗാൻഡയാണ് ശംഖു. ഇവിടെ ഇപ്പോ ആ സിനിമയിൽ, ഞാൻ ആ സിനിമയുടെ കണ്ടന്റ് പറയില്ല, ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ, ഇസ്ലാമിസ്റ്റ് അതായത് ജിഹാദികൾക്കും അതുപോലെ തന്നെ ഈ ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് കാർട്ടൽസിനെയും ഒക്കെ ഒരുപോലെ എതിർക്കുന്ന, ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽസിനെയും ജിഹാദികളെയും ഒരുപോലെ എതിർക്കുന്ന അവരുടെ ശത്രുപക്ഷത്തുള്ള ഒരു സംവിധാനമാണ് ഈ അബ്രാം ഖുറേഷി ഒക്കെ എന്നുള്ളത്. ഞാൻ ഈ സിനിമയുടെ ഇതൊക്കെ ഫിക്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ ഈ ഫിക്ഷൻ എന്നോ മഹത്തായ കാര്യമാണെന്ന് പറയല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ഇത് ഹിന്ദു വിരുദ്ധമാണ്, ഇത് പ്രോ ജിഹാദിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ലൈനാണ് സ്വീകരിച്ചതെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. സിനിമയെങ്കിലും കണ്ടിട്ടല്ലേ അങ്ങനെ ഒരു ലൈൻ എടുക്കേണ്ടത്? നോക്കൂ, നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല എന്നുള്ളത് ശരി, സമ്മതിച്ചു. അങ്ങ് ആ സിനിമ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? നിങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സംഘപരിവാർ ആക്രമണം, സംഘപരിവാർ ആക്രമണം എന്ന്. സംഘപരിവാർ എന്ത് ആക്രമണമാണ് നടത്തിയത്? സംഘപരിവാർ ഓർഗനൈസറിൽ ലേഖനം എഴുതിയതാണോ കുറ്റം? പൃഥ്വിരാജിന് സിനിമ എടുക്കാനുള്ള അവകാശം ഉള്ളതുപോലെ സംഘപരിവാർ അനുകൂലികൾക്ക് അവരുടെ മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ എഴുതാനുള്ള അവകാശം. വേറെ അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലേ? നിങ്ങൾ പറഞ്ഞു മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു, പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു, അതോടുകൂടി എല്ലാ പ്രതിഷേധങ്ങളും അവസാനിക്കണമെന്ന്. അങ്ങനെ വിധി പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? എന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. ഈ മോഹൻലാലിന്റെ ഈ പറയുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിലുള്ള എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ചിരുന്ന ഞാനടക്കമുള്ള പ്രേക്ഷകന്റെ വികാരങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയാവുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഒരു ഫീലിംഗ് ഓഫ് ബിട്രയൽ ഉണ്ട്. ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു, ഒരു പക്ഷത്തോട് ചേർന്ന് നിന്ന് നമ്മളെ ആക്ഷേപിക്കാനും നമ്മളെ ആക്രമിക്കാനുമുള്ള അന്യായമായിട്ടുള്ള ഒരു ആയിട്ടാണ് ഈ സിനിമ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള വിഷമമുണ്ട്. ആ വിഷമം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മാപ്പ് പറയേണ്ടി വരുന്നത്. ഇവിടെ നോക്കൂ, ഇതിൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ BJP വിമർശനമൊന്നുമല്ല അതിലത്തെ പ്രശ്നം. ഈ സിനിമയുടെ ടോട്ടൽ സ്ട്രക്ചർ തന്നെ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടുത്തെ പൗരന്മാരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഇവിടെയുള്ള അതിന് സൈലന്റ് നരേറ്റീവുകൾ എന്തൊക്കെയാണ്? ലഷ്കർ ഇ തോയ്ബ ക്യാമ്പിൽ അകപ്പെടുന്ന ആരൊക്കെയാണ്? ഈ ഹിന്ദുത്വ ഭീകരതയുടെ വിക്ടിംസ് ആയിട്ടുള്ള മുസ്ലിംസ് ആണ്. അതായത് ലഷ്കർ ഇ തോയ്ബിനെ പോലും ന്യായീകരിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിക്ടിംസ് ആയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ്. ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പോലും കാരണം ഹിന്ദുത്വ വയലൻസ് ആണ്. ഹിന്ദുത്വ വയലൻസിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഇവരൊക്കെ ലഷ്കർ ഇ തോയ്ബ ക്യാമ്പിലേക്ക് എത്തപ്പെടുന്നത്. അല്ലാതെ രാജ്യവിരുദ്ധതയല്ല തീവ്രവാദികളെ സൃഷ്ടിക്കുന്നത്, ഹിന്ദുത്വ ഭീകരതയാണ്. ഇതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഒരു വിഭാഗത്തിനുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഇരകളുടെ പ്രതികാരത്തെ കാൽപ്പനികവൽക്കരിക്കുമ്പോൾ അല്ല, ഓരോരുത്തർ, ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർ ഓരോ തരത്തിലാണ് സിനിമയെ കാണുന്നത്. അങ്ങനെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമല്ല. പക്ഷെ ആ കാഴ്ചയുടെ സമ്മർദ്ദമോ ഭീഷണിയോ കൊണ്ട് സിനിമാ മേക്കേഴ്സിന് അവരുടെ യഥാർത്ഥ ആ സിനിമയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ. ഇപ്പൊ ശംഖു കണ്ടതുപോലെ സിനിമ കാണുന്നതിന് കുഴപ്പമില്ല, അതൊരു അനുവാചകന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതൊരു സമ്മർദ്ദമായി മാറുന്നതാണല്ലോ പ്രശ്നം. ഞാൻ ഈ സിനിമ കണ്ടത് വേറൊരു തലത്തിലാണ്. അത് വളരെ കമ്പാഷനേറ്റ് ആയ ഒരു ഹിന്ദു ഒരു സഹോദര സമുദായത്തിലെ അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ അവർക്ക് സ്വന്തം ജീവൻ കൊണ്ട് പോലും പ്രതിരോധം തീർത്ത ഒരു ഹിന്ദു മാതാവിന്റെയും അവരുടെ അനുയായികളുടെയും ഒരു കമ്പാഷൻ എന്നുള്ള നിലയിൽ സിനിമ കാണാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ തീവ്രവാദത്തെ നിരാകരിച്ച് തീവ്രവാദ ക്യാമ്പിൽ നിന്ന് വന്ന ആൾ മധ്യ പൗരസ്ത്യ ദേശത്ത് നടക്കുന്ന തീവ്രവാദത്തെ ആ അളവിൽ അയാളുടെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിൽ നിന്നുകൊണ്ട് എതിർക്കുന്നത്, അല്ലെങ്കിൽ ആ ക്യാമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും മോചിപ്പിക്കുന്നത്, ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ശംഖു വേറൊരു തരത്തിൽ കാണുന്നു. എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചകൾ സാധ്യമാണല്ലോ. എങ്ങനെയാണ് ഒരു ഫിലിം മേക്കറുടെ മുകളിൽ ഈ സമ്മർദ്ദം കൊടുത്ത് അയാളെ ഈ അവസ്ഥയിലാക്കുക, ഖേദം പ്രകടിപ്പിക്കാൻ നിർബന്ധിതനാക്കുക എന്നുള്ളിടത്താണ് എന്റെ വിയോജിപ്പ്.
ഒരൊറ്റ മിനിറ്റ് സാർ, ഒറ്റ മിനിറ്റ്. നിങ്ങൾക്ക് ഇത്രയും ടോക്കണിസം കൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ സിനിമയുടെ കഥ കുറച്ചുകൂടി മുൻപാണ് ആരംഭിക്കുന്നതെന്ന് വിചാരിക്കുക. 2002 ഫെബ്രുവരി 27 ഈ കഥ ആരംഭിക്കുന്നത്. ഈ പറയുന്ന സബർമതി എക്സ്പ്രസിലോ X6ലോ X7ലോ അകപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ഹിന്ദു പേരുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ കുട്ടി പിന്നീട് ഇന്ന് രാജ്യം ഭരിക്കുന്ന വളരെ പ്രബലനായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനോട് പ്രതികാരം ചെയ്യുന്നതായിട്ടാണ് ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഇതേ ലിബറൽ വായനകൾ നിങ്ങൾ നടത്തുമായിരുന്നോ? ഗോത്ര കലാപത്തിന്റെ വിക്ടിമായിട്ടുള്ള ഒരാള് 24 വർഷങ്ങൾക്ക് ശേഷം വന്ന് പ്രതികാരം നടത്തുന്നതാണ് ഈ ലൂസിഫർ സിനിമയുടെ ഇതിവൃത്തമെങ്കിൽ ഇത് സംഘപരിവാറിന്റെ ഗൂഢാലോചന, അജണ്ടകൾ ഒളിച്ചു കടത്തൽ എന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നില്ലേ? ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട്, അതായത് 2002 നമ്മൾ പ്രതികാരം ചെയ്യണം, ഗുജറാത്ത് മറക്കരുത്, ബാബറി മറക്കരുത് എന്ന് പറയുന്ന വീണ്ടും വീണ്ടും സമൂഹത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളെ സിനിമയാക്കി എടുത്തിട്ട് ആ പ്രൊപ്പഗൻഡ ആളുകൾ വെള്ളം കൂട്ടാണ്ട് വിഴുങ്ങണം, അതിനെതിരെ ആരും പ്രതിഷേധമൊന്നും ഉന്നയിക്കരുതെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നമാണ്. അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളൊന്നും അല്ലല്ലോ നിങ്ങൾ. നിങ്ങളുടെ ആശയങ്ങൾക്കെതിരായിട്ട് സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രതിഷേധിച്ചിട്ടില്ലേ? കേരള സ്റ്റോറി വന്നപ്പോൾ, കശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? ഇതേ മുരളി ഗോപിയുടെ ലെഫ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം? ശരി, ഓക്കെ, അതാണല്ലോ പോയിന്റ്. ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ ക്ലാരിറ്റിയോടുകൂടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയപരമായ ക്ലാരിറ്റിയോടുകൂടിയാണ് ശംഖു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഒന്ന്, ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായ ഒരാൾ ആ അന്നത്തെ തന്റെ കെടുതികൾക്ക് റിവഞ്ച് നടപ്പാക്കുന്നു എന്നുള്ളത് ഈ സിനിമയുടെ സെൻട്രൽ തീമായി വന്നു. അത് ഞങ്ങളെ അലോസരപ്പെടുത്തി. രണ്ടാമത്തേത്, ഇങ്ങനെ ഇത്തരം വേട്ടകളുടെയൊക്കെ ഭാഗമായിട്ടാണ് ആളുകൾ ഭീകരവാദത്തിന് ജോയിൻ ചെയ്യുന്നത് എന്ന നറേറ്റീവ് വന്നു. മൂന്നാമത്തേത്, ഈ സ്റ്റേറ്റിന്റെ വിവിധ അപ്പാരറ്റസുകളെ, ഏജൻസികളെ, NIA അടക്കമുള്ള ഏജൻസികളെ, ഭരണകൂട സംവിധാനങ്ങളെ ഒക്കെ ഭരണകൂടത്തിന്റെ ഒരു ടൂളാക്കി കാണിച്ചു. ഈ 3 കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ആ വിയോജിപ്പാണ് പറയുന്നത് എന്നാണ് അവരുടെ പോയിന്റ്. നോക്കൂ, വിയോജിപ്പുകളെ ഇപ്പോൾ ഒരു സിനിമയുടെ കണ്ടന്റ് സംബന്ധിച്ചിട്ടുള്ള എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെ അക്കാഡമിക് തലത്തിൽ അതിനെ വിമർശിക്കുന്നതിനോടോ, അല്ലെങ്കിൽ സിനിമയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്ന് റിവ്യൂ എഴുതുന്നതിനോടോ, അതിൻ്റെ ലോജിക്കില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനോടോ ഒന്നും ആരും വിരോധപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ സ്വാതന്ത്ര്യം BJP-ക്കാർക്കും ഉണ്ട്, മറ്റെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രിയപ്പെട്ട ശംഖു പറഞ്ഞ കാര്യം എന്താ? ശംഖു പറഞ്ഞ കാര്യം, ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തിയേറ്റർ കത്തിച്ചിട്ടില്ല, ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. അങ്ങനെയല്ല സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? ഇതിൻ്റെ നിർമ്മാതാക്കളെ എക്കണോമിക് ഒഫൻസിൽ പെടുത്തി ജയിലിലാക്കും എന്ന രീതിയിലുള്ള ഭീഷണി ഉണ്ടായി. ആ ഭീഷണിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ അടക്കമുള്ളവർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരായിട്ടുള്ള ഒരു എക്കണോമിക് ഒഫൻസ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാടൽ ഉണ്ടാകുമെന്ന ഭയം തന്നെയാണ് ഈ സിനിമയുടെ ഇന്നത്തെ ഗതികേടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പണ്ടത്തെ പോലെ തിയേറ്റർ കത്തിക്കണമെന്നില്ല. BJP-ക്ക് ഏതെങ്കിലും സിനിമ നിയന്ത്രിക്കണമെങ്കിൽ, BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ തിയേറ്റർ കത്തിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഗുണ്ടകളെ വിടേണ്ട ആവശ്യമില്ല. അവർക്ക് വളരെ നിസ്സാരമായി ഇതിൻ്റെ നിർമ്മാതാക്കളെ ഭീഷണിപ്പെടുത്താൻ കഴിയും. നിർമ്മാതാക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ആ നിർമ്മാതാക്കൾക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ അവർ കണ്ടിട്ടുണ്ട്. സ്വാഭാവികം മാത്രമാണ്. ആ ഭീഷണിയുടെ ഭാഗമായിട്ട് അവർ ഭയന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ സിനിമയിൽ കേന്ദ്ര ഏജൻസികളെ ബാഡ് ലൈറ്റിൽ കാണിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ, കേരള പോലീസിനെ ബാഡ് ലൈറ്റിൽ കാണിക്കുന്ന എത്രയോ സിനിമകൾ ഉണ്ടായിട്ടില്ലേ? പോലീസിനെ യൂണിഫോമിലിട്ട് മോഹൻലാൽ എത്രയോ സിനിമകളിൽ തല്ലിയിട്ടില്ലേ? രാവണപ്രഭുവിലൊക്കെ കണ്ടിട്ടില്ലേ? യൂണിഫോമിൽ അടിക്കുന്നത് മോശമാണെന്ന് പറയുന്നുണ്ട്. അല്ല, ഇനി ഞാൻ കേസ് എടുക്കൂല എന്ന് പറയുന്നുണ്ട്. നാഷണൽ ഹൈവേയിലിട്ട് അടിക്കുന്നുണ്ട്. ഇതൊക്കെ എത്ര സിനിമയിലുണ്ടായിരിക്കുന്നു? പോലീസിനെ തല്ലുന്ന രംഗങ്ങൾ കണ്ടിട്ട് നമ്മൾ എത്രയോ കൈയടിച്ചിട്ടില്ലേ? ദളപതി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എത്ര സിനിമകൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഏജൻസികളെ മോശമാക്കി കാണിച്ചു എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പമുള്ളത്? ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കാറില്ലേ? ആ തെറ്റുകൾ സിനിമയിൽ വരാറില്ലേ? പല ആളുകൾക്കും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടെങ്കിൽ അത് സിനിമയിൽ വരുന്നതുകൊണ്ട് എന്താ കുഴപ്പമുള്ളത്? അങ്ങനെ ഏജൻസികളെ കുറിച്ച് മോശമായി കഴിഞ്ഞാൽ അത് ഉടനെ രാജ്യത്തെ മോശമാക്കി കാണിക്കുന്നതാണോ? അല്ലല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ സ്വാഭാവികമായിട്ടും അതെല്ലാം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഏജൻസികളെ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളെ, ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചിട്ട് പറഞ്ഞു നോക്കൂ, എത്രയോ സിനിമകൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം മോഹൻലാലിന്റെ തന്നെ നിരവധി സിനിമകളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ മോശമാക്കി കാണിക്കുന്ന രംഗങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ മമ്മൂട്ടിയുടെ സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാ സിനിമയുടെ പേരെടുത്ത് പറയുന്നില്ല. ഇനി ഈ ഹിന്ദു വിഭാഗത്തെ മുഴുവൻ ആക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വല്യേട്ടൻ എന്നൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കണ്ടന്റ് എന്താ? ധ്രുവം എന്നൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ കണ്ടന്റ് എന്താ? ഇതൊക്കെ വാസ്തവത്തിൽ ഏത് സമുദായത്തെ പൈശാചികവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ വില്ലൻ വൽക്കരിക്കുന്നതാണ്? അതൊക്കെ കേരളത്തിലെ പൊതുസമൂഹം കൈയടിച്ച സിനിമ കാണല്ലേ ചെയ്തിട്ടുള്ളൂ. ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒരു തിയേറ്റർ
ബാത്റൂം ആരും കത്തിച്ചിട്ടില്ലല്ലോ. ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? ഞാൻ 2 ഉദാഹരണങ്ങളാണ് പറയുന്നത്. ആ വല്യേട്ടലും ധ്രുവവും അടക്കം നിരവധി സിനിമകൾ, മോഹൻലാലിന്റെ സിനിമകളും മമ്മൂട്ടിയുടെ സിനിമകളിലും ഒക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ വില്ലന്മാരാക്കി കാണിച്ചിട്ടുണ്ട്. അതിനെതിരെ ആരും ഇവിടെ പടവാളെടുക്കുകയോ തിയേറ്റർ കത്തിക്കാനോ ഒന്നും പോയിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഈ രീതിയിൽ ഒരുപക്ഷെ പിന്നെ അവരാരോപിക്കുന്നത് പോലെ ഇനി ഗുജറാത്ത് കലാപമാണെന്ന് വെക്കുക. ഗുജറാത്ത് കലാപം ആയിക്കോട്ടെ, അതിന്റെ ഭാഗമായിട്ട് ഇരയാക്കപ്പെട്ട ഒരു 13 വയസ്സുള്ള ഒരു ബാലൻ അവന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ട ഒരു ദൃശ്യം മാത്രമാണ് സിനിമയെ കാണിച്ചിട്ടുള്ളത്. തന്റെ കുടുംബത്തെ ബജ്രംഗി എന്ന് പറയുന്ന ഒരു വില്ലൻ വന്ന് ഇല്ലാതാക്കി. അദ്ദേഹത്തിന്റെ പ്രതികാരം ആ വില്ലനോട് മാത്രമാണ്. അദ്ദേഹം രാജ്യത്ത് എവിടെയും പോയി കലാപം നടത്തിയിട്ടൊന്നുമില്ല. മറിച്ച് രാജ്യത്തിലേക്ക് വരുന്ന യുവാക്കളെ നശിപ്പിക്കുന്ന ഈ ഡ്രഗ് സെയിലിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. പക്ഷെ അതിലും എനിക്ക് ചില വിയോജിപ്പുകളുണ്ട്. ആ സിനിമയുടെ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ലോജിക്കില്ലാത്ത പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഒരു സിനിമാ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ വിയോജിപ്പുണ്ട്. അത് അക്കാഡമിക്കലായിട്ടുള്ള വിയോജിപ്പുകളാണ്. പക്ഷേ ഇതൊരു കൊമേഴ്സ്യൽ സിനിമയായതുകൊണ്ട് അത്തരം ലോജിക്കുകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. കാരണം ഇപ്പോഴത്തെ സിനിമയുടെ പുതിയ ഒരു നറേഷൻ രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പോൾ തമിഴ് സിനിമയാണെങ്കിലും തെലുങ്ക് സിനിമയാണെങ്കിലും 100 കണക്കിന് ആളുകളെ ഇടിച്ചിടുക, വെടിവെച്ച് കൊല്ലുക, വെട്ടിക്കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ ഒരു കേസും ഇല്ല. അപ്പോൾ ഈ സിനിമയിൽ എത്ര മനുഷ്യരെയാണ് വെട്ടിക്കൊല്ലുന്നത്? പക്ഷെ ഒരു അറസ്റ്റ് ഇല്ല, റിമാൻഡ് ഇല്ല, ജയിലില്ല, അന്വേഷണം ഇല്ല. അങ്ങനെയൊന്നും സമൂഹത്തിൽ സംഭവിക്കില്ലല്ലോ. അപ്പൊ ലോജിക് ഇല്ലാത്ത ഒരു പക്കാ കൊമേഴ്സ്യൽ മൂവിയാണ് ഇത്. ഒരിക്കലും ഒരു ഡോക്യുമെന്ററി അല്ല. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി ഇല്ലാത്ത ആളുകൾ ഇതിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് പറയുന്നതാണ് ശരി. ശരി, ഓക്കെ. ശ്രീ രാഹുൽ ഈശ്വർ, എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, ഞാൻ ആവർത്തിച്ച് പറയാണ്, എത്രയോ രാഷ്ട്രീയ നേതാക്കളെ പോട്ടെ, മുസ്ലിങ്ങൾ വില്ലന്മാരായി വരുന്ന എത്രയോ സിനിമകളുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ നേതൃത്വം കൂടിയാണല്ലോ പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള പരോക്ഷ പരാമർശങ്ങളുള്ള അല്ലെങ്കിൽ ഭയങ്കര അറ്റാക്കിംഗ് ഡയലോഗുള്ള സിനിമ സൂപ്പർ ഹിറ്റായി ഓടിയിട്ടില്ലേ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭരത് ചന്ദ്രൻ IPS. അന്ന് ആരെങ്കിലും ഒക്കെ കൊടി പിടിച്ച് ഈ സിനിമ കട്ട് ചെയ്യണം, ഈ ഭാഗം ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. നമ്മൾ സിനിമ നോവലൊക്കെ ഉള്ളതിനെ ആ നിലയ്ക്ക് എടുക്കും. ഇപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ ഈ സിനിമ കണ്ട ആദ്യം എന്തൊരു അപ്രീസിയേഷൻ ആയിരുന്നു. മേജർ രവി ഈ സിനിമ കണ്ടിട്ട് എന്തൊരു അപ്രീസിയേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഈ ഹിന്ദു റൈറ്റ് വിങ് ഹാൻഡിലുകളിൽ ഹെയ്റ്റ് വന്നതോടുകൂടി നിങ്ങളൊക്കെ ഈ ഹെയ്റ്റിന്റെ കൂടെ കൂടുകയാണ്. ഇത് കേരളമല്ലേ? ഇവിടെ എന്തുമാത്രം കലാസൃഷ്ടികൾ ഉണ്ടായിട്ടുള്ള ഒരു നാടാണ്. അല്ല അഭിലാഷേ, കൃത്യമായി നേരത്തെ പറയാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഈ സിനിമയെ കുറിച്ചുള്ള വ്യക്തമായ നിലപാട്, സിനിമ ഗംഭീര സിനിമയാണ്, കേരളത്തിന്റെ KGF ആണ്. കേരള സിനിമയെ ഇന്ത്യൻ തലത്തിലേക്കും അന്താരാഷ്ട്ര തലത്തിലേക്കും ഉയർത്തുന്ന കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ RSSലെയും സംഘപരിവാറിലെയും സഹോദരങ്ങൾക്ക് അത് വിഷമിച്ചതുകൊണ്ട് അവരുടെ വികാരം കൂടി അക്കോമഡേറ്റ് ചെയ്യണമെന്ന് ലാലേട്ടന് തോന്നിയത് സ്വാഗതാർഹമാണ്. നമ്മുടെ സമൂഹത്തിൽ എല്ലാവിധ ആൾക്കാരും ഇല്ലേ, ഈ സിനിമയ്ക്ക് ധൈര്യത്തിനൊരു ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അതോടൊപ്പം മറ്റേ ഡാം തകർക്കുക തുടങ്ങിയ കാര്യങ്ങൾ ടു സ്ട്രെച്ച്ഡ് ആണ്. നമുക്കറിയാമല്ലോ, റിയൽ ലൈഫാണ്. സുരേന്ദ്രൻജി ആണ് അത് ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് കാലത്ത് യോജിപ്പും ഉണ്ട്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കരുണാകരനേക്കാളും VS അച്യുതാനന്ദനേക്കാളും അല്ലെങ്കിൽ EK നായനാരെക്കാളും തലപ്പൊക്കമുള്ള നേതാവല്ലല്ലോ സുരേന്ദ്രൻ. അദ്ദേഹത്തിന്റെ അത്ര വലിയ ആക്ഷേപകരമായ കാര്യങ്ങളുണ്ടോ? EK നായനാരെ അല്ലെങ്കിൽ K കരുണാകരനെ അല്ലെങ്കിൽ പിണറായി വിജയനെ തന്നെ എന്തൊക്കെ പറയുന്ന ഈ മുരളി ഗോപി എഴുതിയിട്ടുള്ള കൈതേരി സഹദേവനെ അങ്ങേക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയാം, എനിക്കത് ചാനൽ ചർച്ച പറയാൻ പറ്റില്ല. പക്ഷേ 1-2 പദപ്രയോഗങ്ങൾ അതിൽ ശരിയായിട്ടില്ല. അതായത് രാഹുൽ പ്ലീസ് രാഹുൽ പറയുന്നത് നിങ്ങൾ കിങ് സിനിമ ഓർമ്മയുണ്ടോ? ദ കിങ് എന്ന സിനിമ ഓർമ്മയുണ്ടോ? കോഴിക്കോട് കലാപം ഉണ്ടാക്കിയത് ആരാന്നാ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്? അവസാനം ആരെയാ വെടിവെച്ച് കൊല്ലുന്നത്? അപ്പൊ അത് സിനിമയല്ലേ രാഹുൽ? നമുക്ക് ഇടുക്കി ഡാം ആര് പൊളിച്ച്, അതൊക്കെ ഇടുക്കി എന്നല്ല പറയുന്നത്, വേറൊരു ഡാമിന്റെ പേരാ പറയുന്നത്. ഇടുക്കി ഡാമിനെ കുറിച്ചല്ല പറയുന്നത്. അല്ല പക്ഷെ നമുക്കറിയാലോ എന്താ ഉദ്ദേശിച്ചത്. ഇനി മറുപടി പറഞ്ഞോട്ടെ. ശ്രീ സുരേന്ദ്രൻജിയോട് തത്വാധിഷ്ഠിതമായ ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ അദ്ദേഹം വലിയൊരു പോരാളിയാണ്, ശബരിമലയ്ക്ക് അടക്കം വേണ്ടി പോരാടിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഒരു പ്രത്യേക വാക്ക് വെച്ച് അഡ്രസ് ചെയ്ത് ഏത് വാക്കാണ് അഭിലാഷിന് മനസ്സിലായി കാണും. അങ്ങനെയുള്ള വാക്കുകൾ അദ്ദേഹത്തോടല്ല ആരോടും ചേർത്ത് പറയരുത്. ഇനി ഒറ്റ പോയിന്റേ എഴുതിയുള്ളൂ. തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ടോ? ഉണ്ട്. തീവ്ര ഹിന്ദുത്വവാദികളുണ്ടോ? ഉണ്ട്. അങ്ങനെ തീവ്ര ഹിന്ദുത്വവാദിയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്നത് ഗോഡ്സെ, അല്ലെങ്കിൽ ഗ്രഹാം സ്റ്റേസിനെ കൊന്നത് ധാരാ സിംഗ്. എല്ലാ വിഭാഗങ്ങളിലും തീവ്ര സുരക്കാരുണ്ട്. ഒരിക്കലും തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും തീവ്ര ഹിന്ദുത്വവാദികളെയും തീവ്ര ലെഫ്റ്റിസ്റ്റുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു മിഡിൽ ഗ്രൗണ്ടിന്റെ ആവശ്യമുണ്ട്. അങ്ങനെയൊന്നും പറയില്ല. ഇത് എല്ലാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെന്നല്ല, പക്ഷേ എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയ ഒരു മിഡിൽ ഗ്രൗണ്ട് ഉണ്ട്. ഉദാഹരണം ടിയാൻ ഗംഭീര സിനിമയാണ്. മുരളി ഗോപി തീവ്ര അല്ലെങ്കിൽ വലതുപക്ഷത്തിനെതിരാണ്. മുരളി ഗോപി യഥാർത്ഥത്തിൽ ടിയാന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും മുസ്ലിമും ചേർന്ന് ഹിന്ദുത്വവാദികളെ തോപ്പിക്കുന്നു. കേരള സ്റ്റോറിയുടെ പ്രശ്നം എന്താ? എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്ന സിനിമ കാണാൻ പോകാൻ. 3 പെൺകുട്ടികളുടെ കഥയാണ്. അത് 32,000 കാണിച്ചു. അത് ഓവറാണ്.
നമ്മൾ അപ്പം പറയേണ്ടത് ചില മിതത്വവും മാന്യതയും വേണം. എനിക്ക് ശങ്കുവിനെ വലിയ ഇഷ്ടവും ബഹുമാനമാണ്. ശങ്കുവിനോട് ബഹുമാനത്തോടെ വിയോജിച്ചോടെ. നമ്മുടെ EDയും NIയും ഒക്കെ മിസ്യൂസ്ഡ് ആണ്. കവിതാ റെഡ്ഡിയുടെ അടക്കമുള്ള കേസുകളിൽ സുപ്രീം കോടതി അത് ഓർഡർലി റിമാർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാണിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ചില മര്യാദകളും മാന്യതകളും വേണം. BJPയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനാണ് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നത്. അവിടെ ശ്രീ ഷൈജു ആന്റണി, ഈ പൊളിറ്റിക്കൽ നറേറ്റീവ്, അതായത് BJPയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം അല്ലെങ്കിൽ വർഗീയതയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കലാണ് ഒരു സെൻട്രൽ നറേറ്റീവ്. മറ്റേ ഒരു സെൻട്രൽ നറേറ്റീവ് എന്ന് പറയുന്നത് കലാപത്തിന് ഇരയായ ഒരാളുടെ പ്രതികാരം. അതിൽ കലാപത്തിന് ഇരയായ ആൾ മുസ്ലിമും പ്രതികാരത്തിന് വിധേയനായ ആൾ ഹിന്ദുവുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ നാട്ടിൽ പറ്റില്ല എന്നാണ് പല രൂപത്തിൽ ഇങ്ങനെ പറയാതെ പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചു. ശങ്കുട്ടി ദാസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓർഗനൈസർ നടത്തിയത് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ എഴുതി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതുപോലെയാണ്. ഇവിടെ ആരും റിവ്യൂ എഴുതുന്നതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയണത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതിന് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവിൽ കാണാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മയക്കുമരുന്നിനെതിരായി നിൽക്കുന്ന ഒരു വലിയ സംഘത്തലവൻ, മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാതാക്കുന്ന ഒരു സിനിമയായി ഇത് സിനിമയെ കണ്ടുകൂടെ? അങ്ങനെ കാണുന്നവർ എത്ര പേരുണ്ടാകും? അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയെ വിവിധ തലങ്ങളിൽ വിവിധ തരത്തിൽ കാണും. ആ സിനിമയിലെ ഒരാളുടെ പേര് വെച്ച് അത് ഇന്നയാളായിരിക്കുമെന്ന് ഊഹിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. തൊടുപുഴയിലുള്ള ഒരു ജോസഫ് സാറ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പേരിട്ടപ്പോൾ അതിനകത്ത് ഒരു പേര് മുഹമ്മദാണ്, മറ്റൊരു പേര് ഭ്രാന്തൻ എന്നാണ്. ഈ മുഹമ്മദ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച തീവ്ര മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടി. യഥാർത്ഥത്തിൽ ജോസഫ് സാർ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ. പക്ഷേ മുഹമ്മദ് എന്ന് കണ്ടപ്പോൾ നമ്മളതങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ അതൊരു കഥയിലുണ്ടായിരുന്ന ഒരു പോർഷൻ എടുത്ത് എഴുതിയതാണ്. അങ്ങനെ ഒരു ഫിക്ഷനിൽ ഒരാൾക്ക് പേരിടുന്നു. ആ പേരിടുമ്പോൾ ആ പേര് ഇന്ന പേരായിരിക്കും. ആ ഫിക്ഷനിൽ ഒരു സംഭവം പറയുന്നു, ഒരു ഡാം ബോംബ് വെച്ച് തകർക്കുമെന്ന് പറയുന്നു. അത് മുല്ലപ്പെരിയാർ ഡാം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഒരു ഹിന്ദുത്വവാദി പറഞ്ഞു എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അതിനേക്കാൾ ശക്തമായി എന്തോരം കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു ഈ സിനിമയിൽ. ഈ സിനിമാ ലോകത്ത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ ഇതുവരെ പറഞ്ഞതിനേക്കാൾ ശക്തമായ അനവധി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം പലരും വിമർശിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും എതിരായിട്ട് പലരും റിവ്യൂ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ റിവ്യൂ എഴുതലല്ല, ഇവിടെ എഴുതുന്നത് ഇതൊരു പൊട്ട സിനിമ എന്ന് പറഞ്ഞ് നിരന്തരമായി യൂട്യൂബർമാർ ഹിന്ദുത്വ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പൊട്ട സിനിമയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊരു പൊട്ട സിനിമയല്ല. മോഹൻലാലിന് ഡയലോഗില്ല. മോഹൻലാല് മറ്റേ ഈ വേറെ സിനിമകളിൽ കാണുന്നത് പോലെ ആറാം തമ്പുരാനിലെ പോലെ ഡയലോഗില്ല. അടി സക്ക എന്ന് പറഞ്ഞ് മോഹൻലാൽ വരണമായിരുന്നു. ഇത് അങ്ങനത്തെ സിനിമയല്ല. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് സിനിമയെ തന്നെ കൊല്ലാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത്? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ കാര്യമല്ലോ പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി അഭിലാഷ് ഒരൊറ്റ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. നോക്കൂ, മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദ പ്രകടനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് വേദന തോന്നിയതിനാൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു. ഖേദം പ്രകടിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം മേജർ രവി പരസ്യമായി പ്രഖ്യാപിച്ചു മോഹൻലാൽ മാപ്പ് പറയും. എന്തിനാണ് അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചത്? അപ്പൊ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഒരു ഇട്ടാവട്ടത്തിൽ കൊണ്ടുവന്ന് കുടുക്കി ഇത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ എന്ന് മോഹൻലാലിനോട് കൽപ്പിക്കുകയായിരുന്നില്ലേ പരസ്യമായി? അതിന്റെ തലേ ദിവസമല്ലേ മേജർ രവി പ്രഖ്യാപിച്ചത്? മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ 5 ദിവസം കൊണ്ട് 200 കോടി രൂപ കളക്ട് ചെയ്യുന്നത്. എന്തായാലും 200 കോടി രൂപ കളക്ട് ചെയ്തു എന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ശങ്കു, 200 കോടിയുടെ വാർത്ത വരികയാണ്. അപ്പോൾ എല്ലാത്തിനും സംഘം കാവലുണ്ട് എന്നുള്ള സന്തോഷം ഇപ്പൊ താങ്കൾക്കും തോന്നുന്നുണ്ടോ? ഈ സിനിമ എല്ലാവർക്കും സ്വീകാര്യമാവുമായിരുന്നെങ്കിൽ 400 കോടിയിൽ എത്തേണ്ടതായിരുന്നല്ലോ. ഒരു വിഭാഗത്തിനെതിരാക്കിയിട്ട് അത് 200 കോടിയിലേക്ക് എത്താനുള്ള സമയം ആയിട്ടില്ല. ഇത് ശരിക്കും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന്
നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ആഘോഷിക്കാമായിരുന്ന ഒരു സിനിമയെ രണ്ട് പക്ഷത്തിരുന്നുകൊണ്ട് പരസ്പരം വേർതിരിവോട് ഭിന്നതയോടുകൂടി തർക്കിക്കേണ്ട ഒന്നാക്കി മാറ്റിയത് ഇതിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്ത് സംഭവിച്ച പിഴവാണ്. ഇത് മലയാളികളുടെ പൊതുവായിട്ടുള്ളൊരു ആഘോഷമാവേണ്ടിയിരുന്നൊരു സിനിമ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് മേലെ കുതിര കയറാനും അവരെ പരിഹസിക്കാനും ആവേശത്തോടുകൂടി ഞങ്ങൾ ജയിച്ചേ, ഞങ്ങൾ നേടിയേ എന്ന് പറയാനുള്ള ഒരു ഭിന്നതയുടെ ടൂളാക്കി. സിനിമ ഒരു യൂണിഫൈങ് ഫാക്ടറാണ്, ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒന്നാണ് സിനിമ. ആ സാധ്യത ഉപയോഗപ്പെടുത്താതെ ഇതിനെ വിഭജനത്തിന്റെ ഒരു മാധ്യമമാക്കി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ കൂടുതൽ അശാന്തി ഉണ്ടാക്കാനും പഴയ മുറിവുകളെ വീണ്ടും കുത്തിയിളക്കി അതിൽ നിന്ന് ചോരയും ചലവും വെപ്പിക്കാനും അതേപോലെ തന്നെ പുണ്ണുമാന്തി സമുദ്രമാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ സിനിമ ഇവർ ഉപയോഗിച്ചതിൽ ഇവരെ സംബന്ധിച്ചിടത്തോളമാണ് നഷ്ടമായത്. ഇത് എത്രയോ വലിയ പാൻ ഇന്ത്യൻ ഹിറ്റ് ആവേണ്ടതായിരുന്നു, 500 കോടി ആവായിരുന്നു. അതാണ് ഇപ്പൊ 200 കോടി ആവില്ല എന്ന് നമ്മളിപ്പോ കാണേണ്ട. 5 ദിവസം കൊണ്ട് 200 കോടി, ഇനി ബാക്കി എന്ത് എന്നുള്ളത് കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വലിയ 500 കോടി ആയാൽ ഒരു വാചകം കോടി ആയാൽ അത് 1500 കോടി എന്നത് അവിടെ ഉണ്ട്. 500 കോടി ആയാൽ അപ്പൊ അത് 1500 കോടി ആവാമായിരുന്നു. അല്ല, ഈ പടം സംഘപരിവാറുകാർ ബഹിഷ്കരണ ആഹ്വാനം നൽകിയപ്പോഴേ കേരളത്തിൽ ഇത് സൂപ്പർ ഹിറ്റ് ആവുന്ന ഉറപ്പിച്ചതാണ്. ഞാൻ അന്നേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. കാരണം ഇവരെന്റെ ഫേസ്ബുക്ക് പേജ് അൺഫോളോ ചെയ്യാൻ ക്യാമ്പയിൻ നടത്തി. എനിക്കതുകൊണ്ട് ഗുണമുണ്ടായത്, കൂടുതൽ പേര് ഫോളോ ചെയ്യാൻ തുടങ്ങി. അതുപോലെയാണ് കേരളത്തിൽ ഇവരെന്ത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്താലും സ്വാഭാവികമായിട്ടും മലയാളികൾ അത് ഏറ്റെടുക്കും എന്നുള്ളത് വസ്തുതയാണ്. സംഘപരിവാർ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു, മലയാളികൾ ഈ പടം ഏറ്റെടുത്തു. അതാണ് ഇപ്പോൾ എന്തായാലും ലാലേട്ടൻ എല്ലാവരുടെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും 5ാമത്തെ ദിവസവും പുലർച്ചെ 4 ഷോ വെക്കുന്നതൊക്കെ അപൂർവമാണ്. എന്തായാലും ഈ സിനിമ വലിയ ഹിറ്റായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വളരെ നന്ദി 4 പേർക്ക്. ഇനി സമയമില്ല. സൂപ്പർ പ്രൈം ഡേ അവസാനിച്ചു. നമസ്കാരം.